ഓക്കെ, സോ ചാപ്റ്ററിന്റെ പേര് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പെർഷൻ. ഓൾമോസ്റ്റ് 8 മുതൽ ചിലപ്പോൾ 6 to 8 അല്ലെങ്കിൽ 6 to 10 വരെ വെയിറ്റേജ് വരുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഇപ്പൊ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി നമുക്ക് മെയിൻലി പഠിക്കാനുള്ള എന്തൊക്കെയാണെന്ന് നോക്കെ. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരുന്നുണ്ടടാ? മീൻ, അല്ലെ, മീഡിയൻ, മോഡ്, ഇതൊക്കെ കൂടി വരുന്നതാണ് ഈ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയാം. ഓക്കെ, സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി? ഫസ്റ്റ് ഓഫ് ഓൾ അത് മനസ്സിലാക്കുക. ഓക്കെ, മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിന്റെ വോയിസ് ക്ലിയർ അല്ല? ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോടാ? ക്ലിയർ ആണ്. ഓക്കെ, സോ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ അതിന്റെ ഡെഫിനിഷൻ പറയുന്നത് ഇറ്റ് ഈസ് മെഷറിംഗ് സെൻട്രൽ ലൊക്കേഷൻ ഓഫ് ഒബ്സർവേഷൻ. അതായത് നമുക്കിപ്പോ തന്നിട്ട് ഒരു കുറച്ച് ടൈപ്പ് ഓഫ് ഒബ്സർവേഷൻസ് തന്നിട്ട്, ഫോർ എക്സാമ്പിൾ ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ മാർക്സ് 2, 4, 6, 8, 10 എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ മാർക്സ് ഒക്കെ തന്നിട്ടുണ്ട് വിചാരിക്കും. അപ്പോൾ ഈ ഇങ്ങനെ തരുമ്പോൾ ഈ തന്നിരിക്കുന്ന ഡാറ്റാസിനെ കറക്റ്റ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ സെൻട്രൽ പാർട്ടിലോട്ട് മെഷർ ചെയ്യുന്ന ഒരു ലൊക്കേഷൻ ആണ് ഈ സെൻട്രൽ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് മെഷറിംഗ് ദ സെൻട്രൽ ലൊക്കേഷൻ ഓഫ് ഒബ്സർവേഷൻ. പിന്നെ ഇവിടെ കുറച്ച് ഐഡിയൽ മെഷേഴ്സിന്റെ ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട്. അതായത് നല്ലൊരു സെൻട്രൽ ടെൻഡൻസി മെഷറിന്റെ ക്രൈറ്റീരിയ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ താഴെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇത് ബേസ് ചെയ്തിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് നോക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാനുള്ള സാധ്യതയില്ല. ഓക്കെ, എക്സാം ഓറിയന്റഡ് ആയിട്ട് നോക്കുമ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതയില്ല. ഓക്കെ, നെക്സ്റ്റ് ഈസ് അബൌട്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് സ്കെയിലും ഒറിജിനും. നിങ്ങൾ പല പ്രാവശ്യവും കേട്ടിട്ടുള്ള സാധനമാണ് സ്കെയിലും ഒറിജിൻ എല്ലാം പറഞ്ഞിട്ട്, അല്ലെ? സ്കെയിൽ എന്താണ്, ഒറിജിൻ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതെന്താ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഫസ്റ്റ് ഞാൻ ജസ്റ്റ് മീൻ എന്താണെന്ന് പറയാം. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് തരാം. മീൻ നിങ്ങൾക്ക് അറിയാം, മീൻ മീൻസ് ജസ്റ്റ് ആവറേജ് ആണ്, അല്ലെ? ആവറേജ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ക്ലാസ്സിൽ 2, 4, 6, 8, 10 എന്നുള്ള രീതിയിലാണ് മാർക്സ് വരുന്നത് വിചാരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മീൻ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ, അല്ലെ, 2 + 4 + 6 + 8 + 10 ചെയ്തിട്ട് ഡിവൈഡ് ബൈ 5 ചെയ്യും, അല്ലെ? സോ വി വിൽ ഗെറ്റ് ആൻസർ as 6. അപ്പൊ അതാണ് നമ്മളെ മീൻ എന്ന് പറയുമ്പോൾ. സോ x bar is equal to 6 ഇങ്ങനെയാണ് വരുന്നത്, അല്ലെ? യെസ്. സോ ഇങ്ങനെ x bar is equal to sigma x by n, അല്ലെ? സം ഓഫ് ഓൾ ദ നമ്പേഴ്സ് ഡിവൈഡ് ബൈ സം ഓഫ് ഓൾ ദ ഒബ്സർവേഷൻസ് ഡിവൈഡ് ബൈ n എന്നുള്ള രീതിയിൽ എടുക്കാം. ഓക്കെ, സോ ഇത് വെച്ചിട്ട് നമുക്ക് ഒന്ന് സ്കെയിൽ ഒറിജിൻ ഒന്ന് പറഞ്ഞു നോക്കാം. സപ്പോസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എക്സിന്റെ വാല്യൂ 2, 4, 6, 8, 10 എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ എക്സ് ബാർ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് ബാർ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 6. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു വാല്യൂ ഇപ്പൊ പുതിയതായിട്ട് ഒരു വാല്യൂ ഡിസൈഡ് ചെയ്യാണ് y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ആണെന്ന് വിചാരിക്കും. ഓക്കെ, y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2. അപ്പൊ ഇവിടെ നമ്മൾ പുതിയതായിട്ട് വൈയുടെ വാല്യൂസ് ഫുൾ എഴുതുമ്പോൾ വി വിൽ റൈറ്റ് ലൈക്ക് ദിസ്, അല്ലെ? y എക്സ് പ്ലസ് 2 ആണ്. അപ്പൊ 2 + 4. ഓക്കെ, 4 + 2 again 6, 6 + 2 again 8, 8 + 2 again 10, 10 + 2 12. സോ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ വൈയുടെ വാല്യൂസ് വരാം. ഈ സമയത്ത് നിങ്ങൾ ഇതിന്റെ മീൻ ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 8 ആണ് ആൻസർ, അല്ലെ? അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 8. അപ്പൊ ഇവിടെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ഇവിടെ ഒരു വാല്യൂ ആഡ് ചെയ്തപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? മീനിൽ മാറ്റം വന്നു. 6 ഉള്ളത് 8ലോട്ട് മാറി, അല്ലെ? ഇവിടെ ഒരു +2 തന്നു സംഭവിച്ചു. ദാറ്റ് മീൻസ് ഈ ആഡ് ചെയ്ത സംഭവം കാരണം ഇവിടെ നമ്മുടെ മീനിൽ മാറ്റം വരുന്നുണ്ട്, അല്ലെ? ആഡ് ചെയ്തത് കാരണം മീനിൽ മാറ്റം വരുന്നുണ്ട്. സോ അങ്ങനെയുള്ളതിനെ നമ്മൾ ഒറിജിൻ ഈ ആഡ് ചെയ്യുന്ന കാര്യത്തിനെയാണ് ഒറിജിൻ എന്ന് പറയാം. ഓക്കെ, ഈ കേസിൽ നമ്മൾ രണ്ടിനെ ആഡ് ചെയ്താണ്, സോ അതിനെയാണ് ഒറിജിൻ എന്ന് പറയാം. അപ്പൊ ഒറിജിൻ കാരണം ഇവിടെ നിന്ന് മാറ്റം വന്നു. ഓക്കെ, ഇനി ഇതേപോലെ y if it is defined as 2x ആണെന്ന് വിചാരിക്കും. അപ്പൊ y is equal to എങ്ങനെ വരാം? 2x ആണ്, 2x. അപ്പൊ 2 times x-ന്റെ വാല്യൂസ് അങ്ങനെ കൊടുക്കുമ്പോൾ 4, 8, 12, 16, 20 ഇങ്ങനെ ആയിരിക്കും വാല്യൂ, അല്ലെ? ഇതിന്റെ ആവറേജ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 12 എന്ന് കിട്ടും. ഓക്കെ, സാധാരണ 12 കിട്ടും. സോ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുക, 6ഉം 12ഉം തമ്മിൽ എന്താണ് ഇൻറ്റു 2 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 12 കിട്ടുന്നുണ്ട്, അല്ലെ? അപ്പൊ ഇവിടെ നിങ്ങൾ എക്സിന്റെ വാല്യൂ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണോ 12 കിട്ടുന്നത്, 2 times x ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ എക്സ് ബാറിനെ 2 times മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12 കിട്ടും, അല്ലെ? അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താ? സ്കെയില് ഈ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്കെയിൽ എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ. ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് ചെയ്യുന്നത്, സ്കെയിൽ മീൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്.
ഓക്കെ. അപ്പൊ ഒറിജിൻ ചേഞ്ച് വരുമ്പോൾ ഇവിടെ മാറ്റം വരുന്നുണ്ട്, സ്കെയിൽ ചേഞ്ച് വരുമ്പോൾ ഇവിടെ മാറ്റം വരുന്നുണ്ട് അല്ലെ? യെസ്. ആ അപ്പൊ ഇതേപോലെ ഇപ്പൊ മീഡിയൻ ആണെങ്കിലും മോഡ് ആണെങ്കിൽ പോലും ഒറിജിനിൽ ചേഞ്ച് വന്നാലും സ്കെയിലിൽ ചേഞ്ച് വന്നാലും അവിടെ എന്ത് വരും? മാറ്റം വരും. ഓക്കെ. സോ നമുക്ക് ജനറൽ ആയിട്ട് പറയാൻ പറ്റും മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഈസ് അഫക്റ്റഡ് ബൈ സ്കെയിൽ ആൻഡ് ഒറിജിൻ. അതായത് സ്കെയിലിലോ ഒറിജിനിലോ ചെറിയൊരു മാറ്റം വന്നാൽ പോലും സെൻട്രൽ ടെൻഡൻസിയിൽ മാറ്റം. ഓക്കെ. യെസ്, ദാറ്റ്സ് ഓൾ. പിന്നെ മീൻ റിജിഡ്ലി ഡിഫൈൻഡ് ആണ്. ഇത് കുറച്ച് ബേസിക് ഫാക്ട് അബൌട്ട് മീൻ. ഇതിനെ പറ്റിയിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് അങ്ങനെ ചോദിക്കാനൊന്നുമില്ല. മീൻ ഈസ് റിജിഡ്ലി ഡിഫൈൻഡ് ആണ്. ആൻഡ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ളത് മീനിന് മാത്രമാണ്. സോ അതൊന്ന് പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ. നെക്സ്റ്റ്, ബെസ്റ്റ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഏതാണ്? മീൻ ആണ്. ആൻഡ് അഫക്റ്റഡ് ബൈ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ്. സോ ഇത് റിലേറ്റഡ് ഇപ്പോ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളെ ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വിച്ച് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ് എന്നൊക്കെ തന്നിട്ട്. ഓക്കെ. വിച്ച് ഓഫ് ദ ഈ 4 ഓപ്ഷൻ തന്നിട്ട് ഒരു ഓപ്ഷൻ നോട്ട് അഫക്റ്റഡ് എന്നുള്ള. അപ്പോ ഇതല്ല, മീൻസ് നോട്ട് അഫക്റ്റഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് റോങ് അബൌട്ട് മീൻ എന്നാ ചോദിച്ചു. ഇപ്പൊ നോട്ട് അഫക്റ്റഡ് എന്നാണ് ടെക്സ്റ്റിലുള്ളത്. പക്ഷെ ആക്ച്വലി സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ്, അതായത് സാമ്പിൾ മാറുന്ന സമയത്ത് എന്ത് സംഭവിക്കും? മീനിൽ മാറ്റം വരും. ഓക്കെ. പിന്നെ ഇപ്പൊ ഈ ചാപ്റ്റർ റിലേറ്റഡ് നിങ്ങൾക്ക് ഫർദർ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ ഈ 2 ചാപ്റ്റേഴ്സ് എടുക്കാൻ പോകുന്ന 2 ചാപ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഫുൾ ക്ലാസ്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഞാൻ ഇത് സ്പീഡായി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം മനസ്സിലാക്കാനുള്ള ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ, കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ യൂട്യൂബ് ക്ലാസ് നോക്കാം. കാരണം നമ്മൾ 3 ദിവസം വെച്ച് എടുത്ത ടോപ്പിക്കാണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഡിസ്പെർഷൻ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്. ഓക്കെ. നിങ്ങൾക്ക് ഇൻ കേസ് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യൂട്യൂബിലോട്ട് നോക്കേ, പ്രശ്നമില്ല. ഓക്കെ. അപ്പൊ ഈ 2 ചാപ്റ്റേഴ്സ് അവിടെ തന്നെ ഉണ്ട്. ശരി. പിന്നെ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏത്? അരിത്മെറ്റിക് മീൻ. ഓക്കെ. പിന്നെ ഇത് 3 ഇക്വേഷൻസ് നിങ്ങൾക്ക് കൂൾ ആയിട്ട് അറിയാൻ പറ്റുന്ന സംഭവമാണ് സിഗ്മ എക്സ് ബൈ എൻ അല്ലെ, സിഗ്മ എഫ് എക്സ് ബൈ എൻ, പിന്നെ സിഗ്മ എഫ് എക്സ് ബൈ എൻ. സെയിം ഏത് ഗ്രൂപ്പ് ടു ഫ്രീക്വൻസിയുടെ കേസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് തരാണ് എക്സും എഫും തരാണ്. എക്സ് 1 2 3 4 എന്ന്, എഫ് ഇസ് ഈക്വൽ ടു 2 3 4 5 എന്നൊക്കെ തരാണ്. ഓക്കെ. സോ ഇങ്ങനെ തരുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് എഫ് എക്സ് കണ്ടുപിടിക്കുക. എഫ് എക്സ് കണ്ടുപിടിക്കുമ്പോൾ 1 into 2 2 6, അതേപോലെ 12 20 ഇത്. എന്നിട്ട് ഈ സിഗ്മ എഫ് എക്സ് 2 + 6 + 12 + 20 ഇത് എത്ര വരുന്നത്? 32 34 40. 40യും സിഗ്മ എഫ് ഇത് കൂടി ആഡ് ചെയ്യാം. 5 + 40 എന്ന് കിട്ടും. ഓക്കെ. സോ ഫൈനൽ ആൻസർ ഇസ് 40/40 എന്ന് കിട്ടും. ഓക്കെ. ഇനി നിങ്ങൾക്ക് തരുന്നത് ഇന്റർവെൽസ് ആണെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോ 5 to 10 2 ഫ്രീക്വൻസി തരുന്നുണ്ട്. 5 to 10, 10 to 15 3, 15 to 20 2 ഇങ്ങനെ തരാണ്. സോ ഈ കേസിൽ എക്സ് തന്നിട്ടില്ലല്ലോ. അപ്പൊ ആ കേസിൽ നമ്മൾ എടുക്കേണ്ടത് ഇതിന്റെ മിഡിൽ വാല്യൂ ആണ്. 7.5 എടുക്കുക, ഇവിടെ 12.5 എടുക്കുക, ഇവിടെ എന്ത് ചെയ്യാം? 17.5 എടുക്കുക. എന്നിട്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എഫ് എക്സ് വെച്ചിട്ട് ചെയ്താൽ. ഓക്കെ. സോ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇത്. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. Algebraic sum of deviations taken from AM is 0. എന്താണ്? Algebraic sum of deviations taken from AM is 0. നോക്കട്ടെ. സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു 0 നോക്കട്ടെ. സോ ഇത് നോട്ട് ചെയ്യണേ, ഇസ് 0. സോ സം ഓഫ് ഡീവിയേഷൻസ് ടേക്കൺ ഫ്രം ഡീവിയേഷൻസ് എക്സ് മൈനസ് എക്സ് ബാർ എടുത്തിട്ട് നിങ്ങൾ സം ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ എക്സിന്റെ വാല്യൂസ് 1 2 3 ആണെന്ന് വിചാരിക്കും. ഓക്കെ. അപ്പൊ ഇവിടെ എക്സ് ബാർ വരുന്നത് എത്രയാ? 2 അല്ലേ? എക്സ് ബാർ ഇസ് ഈക്വൽ ടു 2 ആണ് വരുന്നത്. അപ്പൊ എക്സ് മൈനസ് എക്സ് ബാർ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 1 - 2 - 1 2 - 2 0 3 - 2 1. സോ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടാം? 0 എന്ന് കിട്ടാം. സോ ദാറ്റ് ഈസ് വാട്ട് ഹിയർ മെൻഷൻഡ്. ഓക്കെ. അത്രേ ഉള്ളൂ. പിന്നെ ഓൾ ഒബ്സർവേഷൻസ് കെ ആണ്. അതായത് എല്ലാ ഒബ്സർവേഷൻ സെയിം ആണ്. 1 1 1. എല്ലാവർക്കും ഒരു മാർക്ക് തന്നെ കിട്ടിയിരിക്കും. ഒരു മാർക്ക് തന്നെ എല്ലാവർക്കും കിട്ടിപ്പോകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? മീൻസ് അതിന്റെ ആവറേജും തന്നെ 1 തന്നെ ആയിരിക്കും അല്ലെ? നെക്സ്റ്റ്, AM is affected by scale and origin. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. AM അതായത് അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. അതേപോലെ മീഡിയൻ ആണെങ്കിലും മോഡ് ആണെങ്കിലും ഓൾവേസ് അഫക്റ്റഡ് ബൈ സ്കെയിൽ ആൻഡ് ഒറിജിൻ അല്ലെ? അപ്പൊ മീഡിയനെ പറ്റിയിട്ട് നെക്സ്റ്റ് പോവാം. മീഡിയൻ എന്താന്ന് നോക്കാം. മീഡിയനെ പറ്റിയിട്ട് മെയിൻലി 3 തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കേട്ടോ, ഈ പോയിന്റ് തെറ്റാണ് കേട്ടോ. ഇതൊന്ന് കട്ട് ചെയ്ത് വെച്ചേ. മീഡിയൻ
എക്സ്ട്രീം ഒബ്സർവേഷൻസ് ഡസന്റ് അഫക്ട് മീഡിയൻ. ഓക്കെ, എക്സ്ട്രീം ആയിട്ടുള്ള ഒബ്സർവേഷൻസ് ഡസന്റ് അഫക്ട് മീഡിയൻ. മീഡിയൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഫോർ എക്സാമ്പിൾ 1, 5, 7, 8, 9 ഇങ്ങനെയാണ് വാല്യൂസ് ഉള്ളത്. അപ്പൊ ഇത് അസെൻഡിങ് ഓർഡറിലാണോ ഡിസെൻഡിങ് ഓർഡറിലാണോ ഒക്കെ ഫസ്റ്റ് നമ്മൾ മാറ്റും. അങ്ങനെ അസെൻഡിങ്ങോ ഡിസെൻഡിങ് ഓർഡറിലേക്കോ മാറ്റും ഫസ്റ്റ് കേസ്. അപ്പൊ അസെൻഡിങ് ഓർഡറിലേക്കോ ഡിസെൻഡിങ് ഓർഡറിലേക്കോ മാറ്റി ഇതിപ്പോ അസെൻഡിങ് ഓർഡറിലാണ് ഉള്ളത്. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതില് നമ്മൾ കറക്റ്റ് മിഡിൽ ഏതാണോ വരുന്നത് അതിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഈ കേസിൽ നമുക്ക് ഇപ്പൊ 5 നമ്പേഴ്സ് ഉണ്ട്, അല്ലെ? 1, 2, 3, 4, 5 എണ്ണം ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 5 നിങ്ങൾ ചെയ്യേണ്ട കാര്യം n+1/2 ചെയ്താൽ മതി. എന്താണ് n+1/2. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടാ, 5 + 1 6, അല്ലെ? 6/2 എന്ന് പറയുമ്പോൾ 3. തേർഡ് ഒബ്സർവേഷൻ ഏതാ വരുന്നത്, 7, അല്ലെ? അപ്പൊ ഈ കേസിൽ 7 ആയിരിക്കും മീഡിയം വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഈവൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണെന്ന് വരും 1, 5, 7, 8, 9, 10 ഇങ്ങനെയാണ് ഒബ്സർവേഷൻസ് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കേസിലും നിങ്ങൾ സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. n+1/2 തന്നെ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ 6 + 1 7/2 എന്നാ കിട്ടാം. 7/2 എന്ന് പറയുമ്പോൾ 3.5th ഒബ്സർവേഷൻ ആണ്, അല്ലെ? 3.5th ഒബ്സർവേഷൻ. സോ 3.5th ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം 7ന്റെയും 8ന്റെയും കറക്റ്റ് നടക്കുന്നതാണ്, അല്ലെ? 3ന്റെയും 4ന്റെയും കറക്റ്റ് നടക്കല്ലേ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറയാം, ഇതിപ്പോ ക്വാർട്ടൈൽസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. എന്താ ചെയ്യേണ്ടത്, 3.5th ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് എടുക്കേണ്ടത് തേർഡ് ഒബ്സർവേഷൻ എടുക്കുക. തേർഡ് ഒബ്സർവേഷൻ പ്ലസ് എന്നിട്ട് ഈ 0.5 ഇൻറ്റു 4th മൈനസ് തേർഡ് ചെയ്യും. ഓക്കെ, തേർഡ് ഒബ്സർവേഷൻ പ്ലസ് 0.5 ഇൻറ്റു 4th മൈനസ് ഇത്. ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് 3.25th ഒബ്സർവേഷൻ ആക്കി കിട്ടുന്ന ചോദിക്കും. ഈ 3.25 കിട്ടണമെങ്കിൽ അത് ക്വാർട്ടൈൽസിന്റെ കേസിലൊക്കെ ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പൊ 3.25 ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, തേർഡ് ഒബ്സർവേഷൻ പ്ലസ് 0.25 ഇൻറ്റു 4th മൈനസ് തേർഡ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് തേർഡ് ഒബ്സർവേഷൻ ആണ്. തേർഡ് ഒബ്സർവേഷൻ 3 അല്ല. ഓക്കെ, തേർഡ് ഒബ്സർവേഷൻ ഹിയർ എന്താണ്, 7 ആണ്. 7 പ്ലസ് 0.5 ഇൻറ്റു 8 മൈനസ് 7. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടാം, ഇവിടെ 0.5 ഇൻറ്റു 1 0.5 7.5 ആയിരിക്കും ആൻസർ. സോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അല്ലെങ്കിൽ നമുക്ക് പറയാം തേർഡ് ഒബ്സർവേഷന്റെയും 4th ഒബ്സർവേഷന്റെയും സിമ്പിൾ ആവറേജ് എന്ന് പറഞ്ഞൂടെ, അല്ലെ? ഇപ്പൊ ഈ കേസിൽ തന്നെ സിമ്പിൾ ആവറേജ് ഓഫ് 7 and 8, 7ന്റെയും 8ന്റെയും സിമ്പിൾ ആവറേജ് ആണ് ഇപ്പൊ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ക്ലിയർ അല്ലേ അത്? പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു സം ഓഫ് ഡീവിയേഷൻസിന്റെ കേസിൽ തന്നെ x മൈനസ് എക്സ് ബാർ ആണ് ഡീവിയേഷൻ ഫ്രം മീൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ഡീവിയേഷൻ ഫ്രം മീൻ ആണ് ഇത്. അതേപോലെ ഡീവിയേഷൻ ഫ്രം മീഡിയൻ ഇതാണ്. ഡീവിയേഷൻ ഫ്രം മോഡ് നമുക്ക് എഴുതാം ഇതേപോലെ. എന്നിട്ട് അബ്സല്യൂട്ട് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മോഡുലസ് ഇടാം. എന്തിനാ മോഡുലസ് ഇടാം? ഇപ്പൊ -1ന് മോഡുലസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. സോ പോസിറ്റീവ് ഫിഗർ ആക്കാൻ വേണ്ടിയിട്ടാണ് മോഡുലസ്. ഇപ്പോൾ അബ്സല്യൂട്ട് ഫിഗർ മീൻസ് പോസിറ്റീവ് ആണ്. അപ്പോ ഇതേപോലെ നമ്മൾ എക്സ് മൈനസ് എക്സ് ബാർ എടുത്തു. ഇപ്പൊ നേരത്തെ ചെയ്തപ്പോൾ 1, 2, 3 വന്നു. അത് ചെയ്തപ്പോൾ നമുക്ക് -1, 0, 1 കിട്ടിയില്ലേ? അപ്പൊ എടുക്കേണ്ടത് എന്താണ്, മോഡുലസ് ആണ്. അബ്സല്യൂട്ട് എടുക്കുക. അപ്പൊ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുന്ന സമയത്ത് ഇവിടെ പോസിറ്റീവ് ആവും. ഓക്കെ, 1, 0, 1 പോസിറ്റീവ് ആയില്ലേ? അപ്പൊ ഈ കേസിൽ സം എടുത്ത് നോക്കുമ്പോൾ ഇവിടെ 2 ആവില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ എക്സ് മൈനസ് എക്സ് ബാർ എടുക്കുക, എക്സ് മൈനസ് മോഡ് മീഡിയൻ എടുക്കുക, എക്സ് മൈനസ് മോഡ് എടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും മിനിമം വാല്യൂ, ഏറ്റവും ചെറിയ വാല്യൂ വരുന്നത് എവിടെയായിരിക്കും, എക്സ് മൈനസ് മീഡിയൻ എടുക്കുമ്പോഴായിരിക്കും വരാം. അപ്പൊ ഈ കേസിൽ ഇപ്പൊ ചിലപ്പോൾ സെയിം ആയിരിക്കും. ഈ കേസിൽ ഈ ക്വസ്റ്റ്യനിൽ സെയിം ആയിരിക്കും. പക്ഷെ ചില ക്വസ്റ്റ്യനിൽ കമ്പയർ ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഇതായിരിക്കും ഏറ്റവും കുറവ്. ഓക്കെ ആണോ? യെസ്. സോ റിമെമ്പർ, അബ്സല്യൂട്ട് ഡീവിയേഷൻ സം ടേക്കൺ ഫ്രം മീഡിയൻ ഈസ് മിനിമം. ഓക്കെ, ദാറ്റ്സ് ഓൾ. പിന്നെ median of the simple frequency distribution using. Okay, ഇതിപ്പോ സിമ്പിൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ അതായത് ഇപ്പൊ എക്സ് 2, 3, 4 തന്നിട്ടുണ്ട്, എഫ് = 3, 5, 7 ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് മീഡിയൻ എന്ന് ചോദിക്കാം. ഇതിൽ മീഡിയൻ ഇങ്ങനെ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി അല്ല, ഇങ്ങനെ അൺഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വരാം, n+1/2 ചെയ്യും. അതാണ് n+1/2. സോ വാട്ട് ഈസ് n? n എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആണ്. ഓക്കെ, അപ്പൊ എത്ര? 8, 15 + 1/2 8 എന്ന് കിട്ടാം, അല്ലെ? 8 എന്ന് കിട്ടും. യെസ്.
ഈ 8th ഒബ്സർവേഷൻ ഏതാ നോക്കാം. എന്താണ് 8ാമത്തെ ഒബ്സർവേഷൻ ഏതാ നോക്കാം. ഇതിൽ 8ാമത്തെ ഒബ്സർവേഷൻ ഏതായിരിക്കും? ആദ്യത്തെ 3 2 അല്ലെ? 4ാമത്തെ 5ാമത്തെ 6ാമത്തെ 7ാമത്തെ 8ാമത്തെ ഒബ്സർവേഷൻ. സോ ആൻസർ ഇസ് 3. ഓക്കെ, ക്ലിയർ ആണോ? യെസ്, ഫൈൻ. പിന്നെ ഇത് നിങ്ങൾ അത്രയും ഫോക്കസ് ചെയ്യേണ്ടാത്ത ഒരു കാര്യമാണ് ഈ പറഞ്ഞ ഗ്രൂപ്പ് 2 ഫ്രീക്വൻസി ടേബിളിന്റെ കാര്യം. എക്സാമിന് ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് 1 മിനിറ്റിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. ഓക്കെ, സോ അതങ്ങനെ ഫോക്കസ് ചെയ്യണ്ട. നെക്സ്റ്റ്, ക്വാർട്ടൈൽസ്, ഡിസൈൽസ്, പെർസെന്റേജ്, ഇതിനെ പറ്റിയിട്ട് പറയാം. അപ്പൊ ക്വാർട്ടൈൽസ്, ഡിസൈൽസ്, പെർസെന്റേജിനെ പറ്റിയിട്ട് ഇപ്പൊ ക്വാർട്ടൈൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു മെത്തേഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മെത്തേഡ് ചെക്ക് ചെയ്ത് നോക്കാം. QM is equal to M into n plus 1 by 4th വാല്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെന്താണെന്ന് അറിയോ? ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് വാല്യൂസ് വന്നിട്ടുണ്ട് 2, 4, 6, 8, 9, 10, 12, 14 ഇങ്ങനെ വാല്യൂസ് വന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് ക്വാർട്ടൈൽ 1 Q1 ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പൊ മീഡിയം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? മീഡിയം കണ്ടുപിടിക്കാൻ n plus 1 by 2th ഒബ്സർവേഷൻ എടുക്കാം അല്ലെ? n plus 1 by 2th ഒബ്സർവേഷൻ. അപ്പൊ ക്വാർട്ടൈൽ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അറിയാം, മീഡിയൻ ആകുമ്പോൾ നമ്മൾ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ക്വാർട്ടൈൽ ആകുമ്പോൾ 4 പാർട്ടായിട്ട് ഡിവൈഡ്. സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ് n plus 1 by 4th വാല്യൂ ചെയ്താൽ. ഓക്കെ, n plus 1 by 4th വാല്യൂ ചെയ്താൽ നോക്കാം. ഓക്കെ, അപ്പൊ n plus 1 by 4th വാല്യൂ ചെയ്ത് നോക്കിയാൽ ഇവിടെ n plus 1 അതിൽ 1, 2, 3, 4, 5, 6, 7, 8 plus 1 9, 9 by 4 is equal to 2.25. സോ 2.25 വാല്യൂ ചെയ്താൽ നോക്കാം. 2.25 വാല്യൂ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഒബ്സർവേഷൻ പ്ലസ് 0.25 ഇൻറ്റു തേർഡ് മൈനസ് സെക്കൻഡ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് ഒബ്സർവേഷൻ ഇസ് 4 പ്ലസ് 0.25 ഇൻറ്റു 6 മൈനസ് 4 യു ഗെറ്റ് എത്രയാണ് വരുന്നത്? 4.5. 4.5. ഓക്കെ, സോ ഈ രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഇനി ഇൻ കേസ് ഇവിടെ Q2 ആണ് ചോദിക്കുന്നതെന്നായിരിക്കും. Q2 ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഇവിടെ 2 ഇട്ട് കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ 2ഉം 4ഉം എന്ത് ചെയ്യും? കട്ട് ചെയ്തു പോകും. ഓക്കെ, കട്ട് ചെയ്തു പോകും. ഇവിടെ 2ഉം 4ഉം കട്ട് ചെയ്തു പോകും. അപ്പൊ നിങ്ങൾക്ക് 4.5 എന്ന് പറയും. 4.5th വാല്യൂ അതിനനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ, 4.5th വാല്യൂ. സോ Q3 ആണെങ്കിലോ? Q3 ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്താൽ മതി? 3 ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ എന്ത് ചെയ്താൽ മതി? 3 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, സോ ഞാൻ അതുകൂടി ഒന്ന് ചെയ്തേക്കാം. Q3യും കൂടി ഈ ക്വസ്റ്റ്യനിൽ ചെയ്യാം. അപ്പൊ നമുക്ക് ക്ലാരിറ്റി കിട്ടും. സോ Q3 എന്ന് പറയുമ്പോൾ Q3 is equal to Q3 is equal to 3 into n plus 1 by 4th വാല്യൂ. സോ ഇത് ചെയ്യുമ്പോൾ 3 into 9 by 4 is equal to 27 by 4 അല്ലെ? 27 by 4 എന്ന് പറയുമ്പോൾ 8 അല്ല 6.75 ആണ്. 6.75th വാല്യൂ ആണ് കേട്ടോ. 6.75 അല്ല, 6.75th വാല്യൂ ആണ്. സോ 6th വാല്യൂ ഏതാന്ന് നോക്കാം. 6th വാല്യൂ ഏതാണ്? 6th വാല്യൂ 10 ആണ് അല്ലെ? അപ്പൊ 10 പ്ലസ് 0.75 ഇൻറ്റു 12 മൈനസ് 10 ചെയ്താൽ. ഓക്കെ, സോ ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ളത് തരുന്നുള്ളത്. Q1, Q2, Q3ന്റെ കേസ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഡിസൈലും പെർസെന്റേജിലും ആണ് നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഡിവൈഡ് ബൈ 4 ചെയ്യുന്നതിന് പകരം ഡിവൈഡ് ബൈ 10 ചെയ്താൽ മതി. ഓക്കെ, ഡിവൈഡ് ബൈ 10 ചെയ്യാം. പെർസെന്റേജിലാണ് ചോദിക്കുന്നത് ഡിവൈഡ് ബൈ 100 ചെയ്താൽ. ഓക്കെ ആണോ? യെസ്, സോ ദാറ്റ്സ് ഓൾ. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് മോഡ്. Mode. So what is mode? Mode means most repeating value ആണ് അല്ലെ? ഹയസ്റ്റ് നമ്പർ ഓഫ് റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ ആണ്. ഇപ്പൊ 1, 2, 2, 3, 4, 5 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാല്യൂസ് തരാണ്. സോ ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന 2 ആണ്. 2 is the most repeating value. And uni model means 1 mode, bi model means 2 mode, multi model നമ്മൾ ഒന്നിൽ കൂടുതൽ മോഡ് ഉണ്ടെങ്കിൽ അതിനെ പറയാം. This is very important. ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്യണം. സോ മോഡ് ഈസ് നോട്ട് യൂണിക്ലി ഡിഫൈൻഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് യൂണിക്ലി ഡിഫൈൻഡ് ഒക്കെ ചോദിക്കാറുണ്ട്. സോ മോഡ് ആണ് യൂണിക്ലി ഡിഫൈൻഡ് അല്ലാത്തത്. ഓക്കെ, യെസ്. പിന്നെ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഗ്രൂപ്പ് 2 ഫ്രീക്വൻസി കേസിൽ സോ അത് ഓൾറെഡി പഠിച്ചവർ മാത്രം നോക്കിയാൽ മതി കേട്ടോ. -3 - 4 അല്ലല്ലോടാ, 4 - 3 അല്ലെ? 4th വാല്യൂ -3, 4th വാല്യൂ തേർഡ് വാല്യൂ.
ആവറേജ് എടുത്തിട്ട് കാര്യമില്ല. സീറോ 0.5 എടുത്താലേ ശരിയാവുള്ളൂ. ശിവപ്രിയ കറക്റ്റ് ഇല്ല. ആവറേജ് ഏതിന്റെ കേസിലാണ്? മീഡിയന്റെ കേസിൽ മാത്രമാണ് നിങ്ങൾ ആവറേജ് എടുത്ത് പോയാൽ മതി. സിമ്പിൾ ആവറേജ് ഓഫ് 2 വാല്യൂസ്. ഓക്കെ, സോ ക്വാർട്ടൈൽസ് ഡിസൈനിന്റെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റാം? ആവറേജ് എടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, നെക്സ്റ്റ് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. ഇത് മാർക്ക് ചെയ്ത് ഇമ്പോർട്ടന്റ്. മീൻ മൈനസ് മോഡ് ഇസ് ഈക്വൽ ടു 3 ടൈംസ് മീൻ മൈനസ് മീഡിയൻ. ഇതൊരു എംപിരിക്കൽ റിലേഷൻഷിപ്പ്, ഒരു അസ്യൂംഡ് റിലേഷൻഷിപ്പ് എന്ന് പറയാം. എന്താണ്? മീൻ മൈനസ് മോഡ് ഇസ് ഈക്വൽ ടു 3 ടൈംസ് മീൻ മൈനസ് മീഡിയൻ. ഓക്കെ, സോ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പഠിക്കാനായിട്ട് ഒരു സിമ്പിൾ ടെക്നിക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മീമോ ഈക്വൽ ടു 3 മീൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, മീമോ ഈക്വൽ ടു 3 മീൻ എന്ന് പറഞ്ഞിട്ട്. മീൻ മൈനസ് മോഡ് ഇസ് ഈക്വൽ ടു 3 ടൈംസ് മീൻ മൈനസ് മീഡിയൻ. പിന്നെ സിമെട്രിക്കൽ ഡാറ്റ ആണെങ്കിൽ ഇതെല്ലാം ഈക്വൽ ആയിരിക്കും. സോ അതായത് നമ്മൾ പിന്നീട് പഠിക്കാൻ പോകുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ പറ്റി പഠിക്കും. ഇപ്പൊ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ സിമെട്രിക് ഡാറ്റയാണ്. ആ കേസിൽ മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡ്. മനസ്സിലായോ? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുന്ന സമയത്ത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് മീൻ ഈക്വൽ ടു, ആ കേസിൽ മീനും മീഡിയനും മോഡും സെയിം ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ശരി, അപ്പൊ ഓക്കെ അല്ലേ? യെസ്, ഒരുവിധം ഓക്കെ ആണ്. പിന്നെ ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ അല്ലെ? നമ്മളിപ്പോ സ്ലോ ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി എന്ത് ചെയ്യാൻ പറ്റും? മുമ്പേ കയറേണ്ടതായിരുന്നു ക്ലാസ്. നമ്മള് നമ്മൾ മുമ്പേ ഒരു 35 days ഒക്കെ എടുത്ത ടോപ്പിക് ആണ് പേപ്പർ 3 കംപ്ലീറ്റ് ആയിട്ട്. അപ്പൊ ഞാനിത് 8-9 ദിവസത്തിൽ തീർക്കാന്ന് പറയുമ്പോൾ സോ ആ ഒരു പേസ് നോക്കാം. 35 days 3 hours എടുത്ത ടോപ്പിക് ആണ്, ഫുൾ ഡീറ്റെയിൽ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്ത് 9 days തീർക്കുന്ന പോലെ ചെയ്യണേ. എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങള് റെക്കോർഡ് എടുത്തരാം, റെക്കോർഡ് തരാം. പക്ഷെ നിങ്ങൾ റെക്കോർഡ് കിട്ടും എന്ന് പറഞ്ഞിട്ട് ലീവ് ആക്കല്ല. ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ലീവ് ആക്കുന്നതോ ഞാൻ ഒഴിവാക്കും. നേരെ ഇപ്പോഴേ പറയാ, റെക്കോർഡ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് പോലെ. അതാണ് പ്രശ്നം. ഇന്ന് 50 പേരുണ്ട്. എന്താ ഹാപ്പി ഞാൻ. ഇല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. 50 പേര് കേട്ടോ. നമ്മളെ ഗ്രൂപ്പിലുള്ളത് 49 പേരാണ്. 50 പേരുണ്ട് ഇവിടെ. ആരോ പണ്ടത്തെ ലിങ്ക് കയറിയിട്ട് 4-5 ആൾക്കാർ കയറിയിട്ടുണ്ട്. എല്ലാത്തിനും പുറത്തിടാണ്ട്. പൈസ 100 രൂപ തരാൻ പറ്റില്ല നിങ്ങൾക്ക്. സത്യടാ, വെറുതെ അല്ല. ആരൊക്കെ ഉണ്ട് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് എനിക്ക് മാറ്റാൻ ചെറുങ്ങനെ മടിയായി പോയി. ഞാൻ അത് അങ്ങനെയാണ് പെട്ടത്. സാരില്ല. നെക്സ്റ്റ് സെക്കൻഡ്. ഓക്കെ, ചിരിക്കുന്നുണ്ട്, മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ജോമെട്രിക് മീൻ. ജോമെട്രിക് മീനിന്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ. ജോമെട്രിക് മീൻ ഇപ്പൊ സപ്പോസ് നിങ്ങൾ 2, 3, 4 എന്നൊക്കെ പറഞ്ഞിട്ട് ജോമെട്രിക് മീൻ ചോദിക്കുകയാണ്. ഇപ്പൊ സപ്പോസ് വാട്ട് ഈസ് ദി ജോമെട്രിക് മീൻ ഓഫ് 2, 3, 4 ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 2 × 3 × 4 ചെയ്തിട്ട് റേസ് ടു 1/3 ആണ്, അല്ലെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് 2 × 3 × 4 ആണ് അല്ലെ? അല്ലെങ്കിൽ നമുക്കിപ്പോ ഇങ്ങനെ ചോദിക്കാം, എന്താണ് 1, 2, 3, 4 ഇതിന്റെ ക്യൂബ്, ഇതിന്റെ ജോമെട്രിക് മീൻ എന്താന്ന് ചോദിക്കുന്നത്. ഇതിന്റെ ജോമെട്രിക് മീൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരാം? 1 × 2 × 3 × 4 ചെയ്തിട്ട് റൂട്ട് എത്രാമത്തെ റൂട്ടാ? 4th റൂട്ട് എടുക്കും. ഓക്കെ, യെസ്. സോ nth റൂട്ട് എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇതേക്ക് 1 × 2 × 4 ഇതിന്റെ ജോമെട്രിക് മീൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ക്യൂബ് റൂട്ട് ഓഫ് 8 ആണ് അല്ലെ? ഇത് നിങ്ങൾക്ക് അറിയാം 2 ആണ് ആൻസർ. പക്ഷെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഞാൻ അന്നേ പറഞ്ഞതാണ്, എന്താണ് nth റൂട്ട് ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ട്രിക്ക് ഉണ്ട്. എന്താണ്? കാൽക്കുലേറ്ററിൽ ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? 8 അടിക്കാം, റൂട്ട് 19 ടൈംസ് അടിക്കാം. ഓക്കെ, -1 ചെയ്യുക, ഡിവൈഡഡ് ബൈ -1 ചെയ്യുക, ഡിവൈഡഡ് ബൈ ഇവിടെ എത്രാമത്തെ റൂട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഓക്കെ, ഇപ്പൊ 8⁻⁻³ ആണ്, അല്ലെങ്കിൽ ക്യൂബ് റൂട്ട് ആണ് കണ്ടുപിടിക്കുന്നത്. സോ 8⁻⁻³ എന്ന് പറയുമ്പോൾ ഇവിടെ ശരിക്കും ചെയ്യേണ്ടത് നിങ്ങൾ പവറിനെ മൾട്ടിപ്ലൈ ചെയ്യാന്നാണ്. എന്താണ്? മൾട്ടിപ്ലൈ പവർ ആണ്. യെസ്, അപ്പൊ ഇവിടെ മൾട്ടിപ്ലൈ പവർ ഈ 1/3 മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിവൈഡ് 3 ചെയ്താൽ പോരെ അല്ലെ? 1/3 മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡ് 3 ചെയ്താൽ മതി. +1 ചെയ്യുക, റൂട്ട് 19 ടൈംസ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ശരി, പിന്നെ ഇഫ് ജോമെട്രിക് മീന് അതേപോലെ ചെയ്താൽ മതി കേട്ടോ. ഇപ്പൊ ജോമെട്രിക് മീനിന്റെ കേസിൽ ഫ്രീക്വൻസി വരുന്നതാണ്.
ഇപ്പൊ ജോമെട്രി എക്സ് ഈക്വൽ ടു 1 2 3 എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഫ്രീക്വൻസി 2 3 4 എന്നൊക്കെ തരുന്നതായിരിക്കും. സോ ഇതിന്റെ അർത്ഥം എന്താണ്? 1 2 പ്രാവശ്യം റിപ്പീറ്റിംഗ് ആണ്. അതെ അതെ അതെ, ലാസ്റ്റ് ഒരു മിനിറ്റ്, ഞാനത് ചെയ്തിട്ടുണ്ടോ? ഞാനിവിടെ എഴുതിയത് മാറിപ്പോയിരുന്നു. സോ ലാസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇൻടു ഈക്വൽ ടു എന്ന് എഴുതണേ. സോ പ്ലസ് 1 ചെയ്യാം, റിട്ടേൺ പോവാണ്. റൂട്ട് 19 ടൈംസ് മൈനസ് 1 ഡിവൈഡ് ബൈ 3 പ്ലസ് 1 ഇൻടു ഈക്വൽ ടു 19 ടൈംസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതാണ് ചെയ്യേണ്ടത്. നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഓക്കെ, അല്ലെ റെക്കോർഡ് കിട്ടുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്താലും മതി. ഓക്കെ, യെസ്. സോ നെക്സ്റ്റ് ഇഫ് സെഡ് ഇത് എക്സ് 1 2 3 എന്ന് തന്നിട്ടുണ്ട്, എഫ് ഇസിക്കുലർ 2 3 4 എന്നൊക്കെ തന്നിട്ടുണ്ട്. സോ ഈ കേസിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ നോക്ക്, ഇതിന്റെ അർത്ഥം എന്താ? 1 ഇൻറ്റു 1 എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 2 ടൈംസ്. 1 1 അല്ലെ, 2 2 2 3 3 3 3 ഇങ്ങനെയാണ് വരുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 1 ഇൻറ്റു 1 ഇൻറ്റു 2 ഇൻറ്റു 2 അങ്ങനെയല്ലേ ചെയ്യാം. സോ അതിന് പകരമായിട്ട് 1 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 1 റേസ് ടു 2, 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 2 റേസ് ടു 3 അല്ലെ. 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 3 റേസ് ടു 4. എന്നിട്ട് എത്രാമത്തെ റൂട്ടാണ് എടുക്കേണ്ടത്? 2ഉം 9ാമത്തെ റൂട്ട് എടുക്കും. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇവിടെ വരുന്ന എങ്ങനെ കണ്ടോ? ഈ രീതിയിലായിരിക്കും വരുന്നത്. സോ ഓരോ വാല്യൂസ് റേസ് ടു ഫ്രീക്വൻസി എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇഫ് z is equal to xy then gm of z is equal to gm of x into gm of y അല്ലെ. അത് നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ എക്സിന്റെ വാല്യൂസ് 1 2 3 എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ നിങ്ങൾ ജി എം കണ്ടുപിടിക്കുന്നത്. അതേപോലെ വൈയുടെ വാല്യൂസ് 2 4 8 എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ജി എം കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണോ വാട്ട് ഇസ് ദ ജി എം? ഇപ്പൊ ഫോർ എക്സാമ്പിൾ 1 to 4 എടുക്കാം നമുക്ക്. 1 to 4 1 to 4ന്റെ ജി എം എനിക്ക് 2 എന്നാണ് കേട്ടോ. ഓക്കെ, 248ന്റെ ജി എം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 64ന്റെ ക്യൂബ് റൂട്ട് 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോ ഇപ്പൊ z, സപ്പോസ് വി ആർ ഡിഫൈനിങ് അനദർ വാല്യൂ z എന്ന് പറയുമ്പോൾ x ഇൻറ്റു y ആണെന്ന് വിചാരിക്കും, xy. സോ 2 8 4 ഇൻറ്റു 3 4 ഇൻറ്റു 8 32. ഓക്കെ, സോ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 32 ഇൻറ്റു 8 ഇൻറ്റു 2 എത്രയാണ്? 32 ഇൻറ്റു 16 എത്രയാണ്? 32 ഇൻറ്റു 16 കാൽക്കുലേറ്റർ ഉണ്ടോ? 512. ഓക്കെ, സോ 512 എന്ന് കിട്ടും അല്ലെ. 512ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ 8 എന്ന് കിട്ടും. സോ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ 2 ഇൻറ്റു 4 ഈക്വൽ ടു 8 തന്നെ കിട്ടും അല്ലെ. ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ്, ഇഫ് ഓൾ ഒബ്സർവേഷൻസ് ആർ സെയിം കെ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഒബ്സർവേഷനും സെയിം ആണെങ്കിൽ ജി എം ഈസ് ഓൾസോ സെയിം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ്, പോസിറ്റീവ് നെഗറ്റീവ് ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ജി എം യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതായത് മനസ്സിലായോ? രണ്ട് ടൈപ്പ് ഓഫ് ഒബ്സർവേഷൻ തരാണ്. ഫോർ എക്സാമ്പിൾ, പ്രോഫിറ്റ് തരുന്നുണ്ട്, ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ലോസും തരുന്നുണ്ട്. ഓക്കെ, പ്രോഫിറ്റ് ഇപ്പൊ 1 lakh ഉണ്ട് സമയത്ത് ലോസ് ഒരു ലോസ് 20,000 ഉണ്ട്. അപ്പൊ അതിനെ -20,000 ചെയ്താലോ? അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ റൂട്ട് എടുക്കുമ്പോൾ റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വാല്യൂ വരും അല്ലെ. അപ്പൊ നമുക്ക് ജി എം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂസ് വരുന്ന സമയത്ത് പറ്റില്ല ജി എം യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, യെസ്. എപ്പോഴാണ് ജി എം യൂസ് ചെയ്യുക? ജി എം യൂസ് ചെയ്യുന്നത് പെർസെന്റേജിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് പെർസെന്റേജസ് ഉണ്ട്, എന്നിട്ട് അതിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജി എം ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിപ്പോ ലോഗരിതം നോളജ് ഉള്ളവർക്ക് ഈ ഒരു പോയിന്റ് കൂടെ നോട്ട് ചെയ്ത് വെച്ചോട്ടാ. log g is equal to 1 by r sigma log x. Okay, so ഫസ്റ്റ് ടൈം പഠിക്കുകയാണെങ്കിൽ നോക്കണ്ട. And next, it's harmonic mean. Harmonic mean is used to find average speed. Okay, അതായത് നിങ്ങൾക്ക് ഒരു വണ്ടി എ മുതൽ ബി വരെ 20 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നുണ്ട്. ബിന്ന് തിരിച്ച് എയിലോട്ട് 30 കിലോമീറ്റർ സ്പീഡിലാണ് വരുന്നത് വിചാരിക്കും. സോ അങ്ങനെയാണെങ്കിൽ 20 കിലോമീറ്റർ പോയി 30 കിലോമീറ്റർ തിരിച്ചു വരാണ്. സോ അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് എത്ര നോക്കുമ്പോൾ 25 അല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഹാർമോണിക് മീൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ അതിനുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ജസ്റ്റ് സ്പീഡായിട്ട് പറഞ്ഞുതരാം. നോക്ക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ ടു ബിയിലോട്ട് നമുക്ക് 60 കിലോമീറ്റർ ആണുള്ളത് വിചാരിക്കും. ഓക്കെ, അപ്പൊ 20 കിലോമീറ്റർ പെർ ഹവറിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മണിക്കൂർ കൊണ്ടെത്താം. ഓക്കെ, തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ 30 കിലോമീറ്റർ പെർ ഹവർ സ്പീഡിലാണ് വരുന്നത്, നിങ്ങൾക്ക് 2 മണിക്കൂർ കൊണ്ടെത്താം. ഓക്കെ, സോ ദാറ്റ് മീൻസ് ടോട്ടൽ 120 കിലോമീറ്റർ. അങ്ങോട്ടേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ 120 കിലോമീറ്റർ. 120 കിലോമീറ്റർ നിങ്ങൾ 5 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് ആൻ ആവറേജ് സ്പീഡ് ഓഫ് 24 അല്ലെ.
അല്ലെ 120/5 24 ഈ 24 കിട്ടണം. അപ്പൊ നോർമൽ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ കാര്യമില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഹാർമോണിക് മീൻ വേണം എടുക്കാനേ. സോ ഹൗ ടു ഫൈൻഡ് ഔട്ട് ഹാർമോണിക് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 2, 4, 8 ഇതിന്റെ ഹാർമോണിക് മീൻ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കാം. 3 ഡിവൈഡഡ് ബൈ ഇതിന്റെ റെസിപ്രോക്കലിന്റെ സം ചെയ്യാം. ഓക്കെ 1/2 plus 1/4 plus 1/8. ഓക്കെ ശരി. സോ 3 divided by 1/2 plus 1/4 plus 1/8 എന്നുള്ള രീതി. ഓക്കെ സോ അതാണ് ഇവിടെ ഇക്വേഷൻ ഞാൻ ഇട്ട് തന്നെ HM is equal to n divided by sigma 1/x. സോ ഇപ്പൊ ഞാൻ ചെയ്ത പരിപാടിയാണ്. ആൻഡ് ഇതിന്റെ ഡെഫിനിഷൻ കണ്ടോ, റെസിപ്രോക്കൽ ഓഫ് AM ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് ഒബ്സർവേഷൻസ് ആണ് ഹാർമോണിക് മീൻ എന്ന് പറയാം. ഓക്കെ ആൻഡ് ഇൻ കേസ് ഗ്രൂപ്പ് ടു ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഗ്രൂപ്പ് ടു ഫ്രീക്വൻസി ആണെങ്കിൽ ഇപ്പൊ എക്സ് എഫ് എന്നുള്ള രീതിയിൽ തരാണ്. എക്സ് 2, 3, 4 ഇവിടെ 1, 2, 3 എന്നൊക്കെ തരാണ്. സോ ഈ കേസിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് എൻ ഇവിടെ 6 ടോട്ടൽ നമ്പർ ഇപ്പൊ 6 ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് 2/3 പ്ലസ് 3/4 ഇത് വേണം ചെയ്യാനായിട്ട്. ഓക്കെ സോ റിമെമ്പർ ഇവിടെ f/x ആണ്, ഇവിടെ 1/x ഇവിടെ f/x. സോ 1/2 2/3 3/4. സോ ഇതെങ്ങനെയാ സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നിരത്തി ഇട്ടാൽ മതി വാല്യൂസിന്. എങ്ങനെ ഈ 2 3 3 4 4 4 ഇങ്ങനെ എഴുതിയാൽ മതി. ഇങ്ങനെ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാം? 6 ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് 1/3 പ്ലസ് 1/3 പ്ലസ് 1/4 പ്ലസ് 1/4 പ്ലസ് 1/4 ഇങ്ങനെയല്ലേ എഴുതാം. സോ ഇതിനെ ഒറ്റയടിക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇത് ഫ്രീക്വൻസി ഇവിടെ 2 കിട്ടും, ഇവിടെ 3 കിട്ടും. സോ ഫ്രീക്വൻസി കൊണ്ട് ചെയ്യുന്നതാണ്. ഓക്കെ ദാറ്റ്സ് ഓൾ, സെയിം ആണ്. ആൻഡ് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കമ്പൈൻഡ് AM കമ്പൈൻഡ് AM-ഉം കമ്പൈൻഡ് HM-ഉം രണ്ടെണ്ണം നമുക്ക് പഠിക്കാം. കമ്പൈൻഡ് AM ആൻഡ് കമ്പൈൻഡ് HM. സോ കമ്പൈൻഡ് AM നിങ്ങൾക്ക് അറിയാം n1 into x1 bar plus n2 into x2 bar അല്ലെ ഡിവൈഡ് ബൈ n1 പ്ലസ് n2 ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ കമ്പൈൻഡ് മീൻ എന്താണ് അവിടെ? സോ കമ്പൈൻഡ് HM എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? n1 പ്ലസ് n2 ഡിവൈഡ് ബൈ n1 ബൈ h1 പ്ലസ് n2 ബൈ h2 ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ സോ നിങ്ങൾക്ക് ഒരു 15 ഒബ്സർവേഷൻ തന്നിട്ട് 15 ഒബ്സർവേഷന്റെ കമ്പൈൻഡ് സോറി അല്ല ഉണ്ടാവും 15 ഒബ്സർവേഷന്റെ HM is equal to 675 എന്ന് വരുന്നുണ്ട്. ഒരു 13 ഒബ്സർവേഷന്റെ HM is equal to 65 എന്ന് വരുന്നുണ്ട്. ഓക്കെ സോ ഇങ്ങനെയുള്ള കേസിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന്റെ കമ്പൈൻഡ് ഫുൾ 28 ഒബ്സർവേഷന്റെയും കമ്പൈൻഡ് HM എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? n1 പ്ലസ് n2 ചെയ്യുക 28 ഡിവൈഡഡ് ബൈ n1 ബൈ h1 അതായത് 15/75 പ്ലസ് 13/65 ചെയ്യുക. അപ്പൊ 28 ബൈ 1/5 പ്ലസ് 1/5 ഈക്വൽ ടു 28 ബൈ 2/5 ഇസ് ഈക്വൽ ടു എത്ര കേട്ടോ? 28 ബൈ 2/5 എന്ന് പറയുമ്പോൾ 28 ഇൻറ്റു 5/2 ഇസ് ഈക്വൽ ടു 140/2 70 എന്ന് കിട്ടും അല്ലേ? 7 ആണോ? യെസ്. സോ ഈ രീതിയിൽ ചെയ്താൽ മതി. സോ ഇവിടെയും ശ്രദ്ധിക്കേണ്ട പോയിന്റ് നമുക്ക് മാറിപ്പോകാനുള്ള സാധ്യത എന്താ പറയുക? ഇത് താഴെ വരുമ്പോൾ h1 ആണോ മുകളിലുള്ളത് h1 ആണോ താഴെ ഉള്ളത് ഈ ഒരു ഡൗട്ട് വരും. കണ്ടോ h1 ബൈ n1 ആണോ h2 ബൈ n2 ആണോ? സോ ഈ ഒരു ഡൗട്ടാണ്. ഇപ്പൊ കാണുമ്പോൾ പ്രശ്നമില്ല. നിങ്ങൾക്ക് എക്സാമിന് പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മാറിപ്പോകാനുള്ള സാധ്യത ഉണ്ട് ഇവിടെ. സോ അത് നോട്ട് ചെയ്ത് വെക്കുക. n-ന്റെ പോർഷൻ എല്ലാം മുകളിലാണുള്ളത്. ഓക്കെ നെക്സ്റ്റ് ഇത് ചോദിക്കാനുള്ള എല്ലാ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പാർട്ട്. AM-ന്റെയും GM-ന്റെയും HM-ന്റെയും റിലേഷൻഷിപ്പ്. അപ്പൊ AM is always greater than or equal to GM greater than or equal to HM. എല്ലാ ഒബ്സർവേഷനും സെയിം ആണെങ്കിൽ AM equal to GM equal to HM ആണ് അല്ലെ? പക്ഷെ വേറെ ഡിഫറെന്റ് ഒബ്സർവേഷൻ, ഡിഫറെന്റ് പോസിറ്റീവ് ഒബ്സർവേഷൻ. കാരണം പോസിറ്റീവ് എന്ന് പറയാൻ കാരണം എന്താ? നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ GM വരില്ലല്ലോ. സോ അതിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ് തരുന്നതായിരിക്കും. എടാ 1 1 1 തന്നാൽ മാത്രമല്ലേ ഇത് 3 ഈക്വൽ ആവുള്ളൂ അല്ലെ? അപ്പൊ ഇത് 3 വേറെയാണ് 1 2 3 എന്നൊക്കെയാണ് വാല്യൂസ് തരുന്നത്. ഒരിക്കലും എന്താവില്ല, ഈക്വൽ ആവില്ല. സോ നമുക്ക് പറയാം AM ഗ്രേറ്റർ ദാൻ GM ഗ്രേറ്റർ ദാൻ HM ആണെങ്കിൽ 4 ഡിസ്റ്റിങ്ക്ട് ഒബ്സർവേഷൻ ഇതാണ് വരാം. ഓക്കെ സോ AM is equal to GM is equal to HM ഫോർ ഓൾ ഒബ്സർവേഷൻസ് ഈക്വൽ. ഓക്കെ അതും അറിയാം. പിന്നെ AM-ഉം HM-ഉം തന്നിട്ട് GM കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതാണ് AM തരും HM തരും എന്നിട്ട് ഫൈൻഡ് GM. ഇപ്പൊ AM is equal to 5 HM is equal to 3 എന്നിട്ട് നിങ്ങളോട് GM കണ്ടുപിടിക്കാൻ പറയും. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
AH equal to G square. AH equal to G square. So AM into GM is AM into HM is equal to, അതായത് 15 is equal to G square. So 15 root ആണ് വരുന്നത്. Okay, clear ആണോ? So this is all about measure of central tendency. Okay. അപ്പൊ സ്കെയിൽ ഒറിജിന്റെ കാര്യങ്ങളും ഇത് നോട്ട് ചെയ്യണേ. അടുത്തലോട്ട് പോവാം. എടാ പുതിയ പിള്ളേരെ, ക്ലാസ് മുമ്പൊന്നും കേൾക്കാത്ത പിള്ളേർ എങ്ങനെയുണ്ട്? നിങ്ങൾ പഠിച്ചിട്ടുള്ളത് പോലെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പുതിയ പിള്ളേര് ആരും മെസ്സേജ് അയക്കുന്നില്ല. പുതിയ പിള്ളേര് എടാ ഒന്ന് മെസ്സേജ് ചെയ്തേ. പുതിയ പിള്ളേര് മനസ്സിലാണ്ടോ? ഓക്കെ. കാരണം മീൻസ് ഈ ഒരു സ്പീഡ് നോക്കടാ, നമുക്ക് ഈ ഒരു സ്പീഡിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, റൈറ്റ്? കാരണം നിങ്ങൾ പഠിച്ചു എന്നുള്ള അസംഷനിലാണ് നമുക്ക് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പീഡിൽ എടുക്കാൻ പറ്റും. ഇതിനേക്കാൾ സ്ലോ ആക്കി കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ക്ലാസ്, റെഗുലർ ക്ലാസ് പോലെയാണ്, അല്ലേ? സ്റ്റിൽ ഞാൻ പറഞ്ഞ പോലെ ഈ രണ്ട് ടോപ്പിക്സ് നോട്ട്സും കൂടെ ആയതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റിലോട്ട് പോവാം. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. ഇതിന്റെ ഓഡിയോ കൂടി ഞാൻ വേറെ തന്നെ ഇട്ടുതരാം. ഓക്കെ, ഇതിപ്പോ ഞാൻ ക്ലാസ് ആയിട്ട് എടുത്തല്ല, ഈ പറഞ്ഞ നോട്ട്സ് ഫുൾ ഡിസ്കഷന്റെ ഓഡിയോ കൂടി ഉണ്ട്, അത് ഞാൻ ഇട്ടുതരാം. ബാക്കിയുള്ളവർക്ക് കിട്ടിയ പുതിയ പിള്ളേർ ഓഡിയോ ഇട്ടുതരാം. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ തുടങ്ങാം. നോട്ട്സ് അയച്ചിട്ടുണ്ടല്ലോ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഞാനല്ല, വേറൊരാൾ ഇട്ടിട്ട്. നമ്മൾ ആദ്യത്തെ 50 മിനിറ്റ് കഴിഞ്ഞല്ലേ. അപ്പൊ നെക്സ്റ്റ് 40 മിനിറ്റ്സിൽ നമുക്ക് ഡിസ്പേർഷൻ തീർത്ത് കഴിഞ്ഞാൽ ലാസ്റ്റത്തെ 30 മിനിറ്റ്സിൽ എന്ത് ചെയ്യാം? സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ 30 മിനിറ്റ്സ് മതി. അപ്പൊ കറക്റ്റ് 11 മണി നമുക്ക് നിർത്താം. എന്നിട്ട് 11:30 ആകുമ്പോൾ അക്കൗണ്ട്സും തുടങ്ങും. സോ അക്കൗണ്ട്സിൽ ഇൻവെന്ററീസ് ആൻഡ് ആവറേജ് ഡ്യൂ ഡേറ്റ് ഒക്കെ ആയിരിക്കും. ഓക്കെ, സോ മീൻസ് ഇതിലുള്ളവര് അക്കൗണ്ട്സ് എങ്ങനെയായിരിക്കും ക്ലാസ് ഉണ്ടാക്കും. പലർക്കും എന്റെ മാത്സിന്റെ ക്ലാസ് മാത്രമേ അറിയൂ. അക്കൗണ്ട്സ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ കാണുന്നുണ്ടോ നമുക്ക് അറിയില്ല. ഇതിപ്പോ ആവറേജ് ഡ്യൂ ഡേറ്റിന്റെ ഫുൾ നോട്ടാണ്. ഈ ഒറ്റ നോട്ടില് ഫുൾ ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ. ഓക്കെ, സോ അതേപോലെ ഇൻവെന്ററീസിന്റെ നോട്ട് 2 പേജിലെ നോട്ടാണ്. ഓക്കെ, സോ ഈ 2 പേജ് കൊണ്ട് ഇൻവെന്ററീസ് കംപ്ലീറ്റ് ചെയ്യും. സോ ദാറ്റ്സ് ഓൾ. 2 മണിക്കൂർ കൊണ്ട് ഫുൾ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ക്ലാസ്. ഓക്കെ, അപ്പോ നമ്മൾ ലാസ്റ്റ് ടൈം എടുത്തപ്പോ അത് ഞാൻ പിന്നെ അയക്കാം. അത് ഫോട്ടോ എടുത്തിട്ടില്ല. ഞാൻ ഇന്നലെ ഭയങ്കര കോമഡി ആയിരുന്നു. ഇന്നലെ ഞാൻ എന്താ പറയാ, ഈ ലാസ്റ്റ് മൊമെന്റിൽ പണിയെടുക്കുന്ന ആളല്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അതായത് ലാസ്റ്റ് മൊമെന്റ് വരെ ഇങ്ങനെ വെറുതെ ഇരിക്കും. ഇന്നലെ 11 മണി വരെ വെറുതെ ഇരുന്നിട്ട് 11 മണിക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഈ അക്കൗണ്ട്സിൽ നോട്ട് ഉണ്ടാക്കണം. എന്നിട്ട് നേരെ എന്താക്കി 2-3 മണിയാകുമ്പോൾ കിടന്ന്. അപ്പോഴോ 7 മണിയാകുമ്പോൾ രാവിലെ കോളും വരുന്നത്. സോ ഫോൺ വരുമ്പോ എനിക്ക് നല്ല ദേഷ്യം വന്നത്. രാവിലെ ആരും ഒന്നും വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാൻ രാവിലെ 3 മണിക്ക് കിടന്നിട്ട് 7 മണിയാകുമ്പോൾ ഫോൺ വരുന്നത്. ഞാൻ 8 മണിക്ക് അലാറാം വെച്ചാണ്. എന്നിട്ട് 7 മണിയാകുമ്പോൾ 6:45 കോള് വരുന്നത്. സ്വാഭാവികം, ഇതുവരെ ഇല്ലാത്തതാണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കോള് ചെയ്യേ പറ്റൂല. അപ്പൊ കോള് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറയും സാറിന് നെറ്റ് ഓഫ് ആയതുകൊണ്ടാണ് കോൾ ചെയ്തത്. നെറ്റ് ഓഫ് ആണെങ്കിൽ 24 മണിക്കൂർ എന്റെ നെറ്റ് ഓൺ ആവും. ഞാൻ അലൈവ് ആണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ആക്റ്റീവ് ആണെങ്കിൽ എന്താണ് നെറ്റ് ഓണിലുണ്ടാവും. ഇൻ കേസ് നെറ്റ് ഓഫ് ആണെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ വണ്ടിയിൽ ട്രിപ്പ് ആയിരിക്കും അല്ലെങ്കിൽ ഉറക്കായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. Okay, so measures of dispersion. Measures of dispersion എന്താ പഠിക്കാനുള്ളത്? Measures of dispersion means measuring the scatterness of a set of observation. അതായത് നമുക്ക് തന്നിട്ടുള്ള ഒബ്സർവേഷന് നമ്മുടെ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നിന്നും എത്രത്തോളം മാറ്റങ്ങളുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക 1, 2, 3, 4, 5 ഇങ്ങനെ ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. അതേപോലെ 3, 3, 3, 3 ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ആവറേജ് എടുത്ത് നോക്കിയാലും 3 ആയിട്ടാ, ഇവിടെ ആവറേജ് എടുത്ത് നോക്കിയാൽ 3 ആയിട്ട്, അല്ലെ? പക്ഷെ ഇത് രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഇല്ല.
ഇത് ഈ ഒരു ക്ലാസ് ആയിരിക്കും നല്ലത്. ഇത് എന്ന് പറയുമ്പോൾ എല്ലാം സെയിം ആണ്, കൺസിസ്റ്റന്റ് ആണ്. ഇവിടെ ഒന്നുമില്ല, കൺസിസ്റ്റൻസി ഇല്ല അല്ലെ? ഇവിടെ കൺസിസ്റ്റൻസി ഇല്ല, ഇവിടെ കൺസിസ്റ്റൻസി ഉണ്ട്. അപ്പൊ കൺസിസ്റ്റൻസി ഉള്ളതിന് നമുക്ക് പറയാം ഇവിടെ ഒരു ഡിസ്പേർഷൻ ഇല്ല, ഡീവിയേഷൻ ഇല്ല. സോ ഹിയർ എല്ലാ ഡിസ്പേർഷൻ മെഷേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടാം? 0 എന്നാണ് കിട്ടുക. ഓക്കെ, എല്ലാ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 0 ആണ്. ഓക്കെ അല്ലെ? അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു വേരിയേഷൻസ് വരുന്നതാണ്. ഓക്കെ, സോ കൺസിസ്റ്റൻസി ഉള്ളതിന് എപ്പോഴും ഡീവിയേഷൻസ്, ഡിസ്പേർഷൻ 0 ആയിരിക്കും. കൺസിസ്റ്റൻസി ഉള്ളതിന്. കൺസിസ്റ്റൻസി ഇല്ലാത്തതിനാണ് ഡിസ്പേർഷൻ വരുന്നത്. അപ്പൊ എത്രത്തോളം ഡീവിയേഷൻ ഉണ്ട്, എത്രത്തോളം സ്കാറ്റർനെസ് ഉണ്ട്, അതാണ് ഡിസ്പേർഷൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ മെഷർ ഓഫ് സെൻട്രൽ ലൊക്കേഷൻ ഏതാണ്? സെൻട്രൽ ടെൻഡൻസി, സ്കാറ്റർനെസ്, ഡിസ്പേർഷൻ. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് പഠിക്കാനുള്ള 2 ടൈപ്പാണ്, അബ്സല്യൂട്ട് മെഷേഴ്സ് ആൻഡ് റിലേറ്റീവ് മെഷേഴ്സ്. വാട്ട് അബൌട്ട് അബ്സല്യൂട്ട് മെഷർ ആൻഡ് വാട്ട് അബൌട്ട് റിലേറ്റീവ് മെഷർ? സോ ഇവിടെ ശ്രദ്ധിക്കാം, ഇത് എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. മെഷർ ഓഫ് ഡിസ്പേർഷൻ ഇസ് അഫക്റ്റഡ് ബൈ സ്കെയിൽ ഓൺലി. അതാണ് പല ടീച്ചേഴ്സും പഠിപ്പിച്ചു തരാറുള്ളത്. എന്താണ്? മെഷർ ഓഫ് സെൻട്രൽ ഡിസ്പേർഷൻ ഇസ് അഫക്റ്റഡ് ബൈ സ്കെയിൽ ഓൺലി. സെൻട്രൽ ടെൻഡൻസിയുടെ കേസ് നമ്മൾ പറഞ്ഞു ഒറിജിൻ അഫക്റ്റഡ് ആണ്, സ്കെയിൽ അഫക്റ്റഡ് ആണ്, രണ്ടും അല്ലെ? പക്ഷെ മെഷർ ഓഫ് ഡിസ്പേർഷന്റെ കേസ് അല്ല, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇപ്പോ മറ്റേ ക്ലാസ് തന്നെ ഒരു 2.5 സ്പീഡിൽ ഇട്ട് കാണുന്ന പോലെയാണോ? ഏകദേശം അല്ലെ? ഞാൻ 2.5 സ്പീഡിൽ പറയുന്ന പോലെയാണോ? ഓക്കെ, 2 അല്ല 2.5-ലുണ്ട്. മെഷർ ഓഫ് ഡിസ്പേർഷൻ ശ്രദ്ധിക്കാം. അപ്പൊ നോർമലി പറയാറുള്ളത് അഫക്റ്റഡ് ബൈ സ്കെയിൽ ഓൺലി എന്ന് മാത്രം പറയാറുണ്ട്. പക്ഷെ അഫക്റ്റഡ് ബൈ സ്കെയിൽ അല്ല, മനസ്സിലായി? അഫക്റ്റഡ് ബൈ സ്കെയിൽ അല്ല, ശ്രദ്ധിക്കേ. അഫക്റ്റഡ് ബൈ അതെ അഫക്റ്റഡ് ബൈ സ്കെയിൽ അല്ല. അപ്പോ അഫക്റ്റഡ് ബൈ സ്കെയിൽ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് മെഷേഴ്സിന് മാത്രമാണ്. റിലേറ്റീവ് മെഷേഴ്സിനെ അബ്സല്യൂട്ട് അഫക്റ്റഡ് ബൈ ഒറിജിൻ ഓൺലി. സോ ഈ കാര്യം പലർക്കും അറിയില്ല. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിരിക്കും പുതിയ പിള്ളേർക്ക് ചിലപ്പോൾ ഈ ഒരു കാര്യം അറിയാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മെഷർ ഓഫ് ഡിസ്പേർഷൻ അഫക്റ്റഡ് ബൈ സ്കെയിൽ ഓൺലി എന്ന് മാത്രമായിരിക്കും. പക്ഷെ ചിലപ്പോൾ എന്താണ് സ്കെയിൽ എന്ന് അറിയില്ല, അങ്ങനെയുള്ള കാര്യം ഉണ്ടാവും. ഓക്കെ, പക്ഷെ നിങ്ങൾ റിമെമ്പർ ചെയ്യേണ്ട കാര്യം അബ്സല്യൂട്ട് മെഷേഴ്സ് ആർ affected by scale only, relative measures are affected by origin only. So അത് ഞാൻ പ്രൂവ് ചെയ്ത് തരാം. ഫോർ എക്സാമ്പിൾ നമുക്ക് റേഞ്ച് വെച്ചിട്ട് തന്നെ എടുത്തരാം. റേഞ്ച് ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച്. സോ ഇവിടെ എല്ലാം പേര് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്: റേഞ്ച്, മീൻ ഡീവിയേഷൻ, ക്വാർട്ടർ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, റിലേറ്റീവ് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച്, കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടർ ഡീവിയേഷൻ. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ കേസിൽ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്നാണ് പേരുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ റേഞ്ച് വെച്ചിട്ട് ഞാൻ കാര്യം പറഞ്ഞുതരാം. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 1, 2, 3, 4, 5 ഇങ്ങനെ വാല്യൂസ് വന്നിട്ട് എന്നിട്ട് നിങ്ങളോട് റേഞ്ച് എത്രയാന്ന് ചോദിക്കുന്നുണ്ട്. സോ റേഞ്ച് ഇസ് വെരി സിമ്പിൾ, 5 - 1 = 4. അത്രേ ഉള്ളൂ. റേഞ്ച് എന്ന് പറഞ്ഞാൽ 5 - 1 എന്താണ്? 4 ആണ് വരുന്നത്. അത്രേ ഫിനിഷ് അല്ലേ? സോ 5 - 1 = 4 ആണ് റേഞ്ച് വരുന്നത്. ഇനി ഇവിടെ നമ്മൾ സ്കെയിലിൽ മാറ്റം വരും. സ്കെയിലിൽ മാറ്റം വരുത്തുന്ന പറയുമ്പോൾ ഞാൻ പറഞ്ഞു പുതിയൊരു വാല്യൂ ഡിഫൈൻ ചെയ്യണം. സ്കെയിൽ വരാന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ ആണ് അല്ലെ? മൾട്ടിപ്ലൈ ബൈ 2 ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോൾ വാല്യൂസ് എങ്ങനെ വരാം? 2, 4, 6, 8, 10 അല്ലെ? ഇതിന്റെ റേഞ്ച് ഒന്ന് നോക്കിയേ. ഇതിന്റെ റേഞ്ച് എത്ര വരാം? 10 - 2. സി, റേഞ്ച് മീൻസ് ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മോളസ്റ്റ്. റേഞ്ച് മീൻസ് ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മോളസ്റ്റ് വാല്യൂ. സോ ഇത്രയുള്ളൂ. ഇവിടെ കാണുന്നുണ്ടല്ലോ, ലാർജസ്റ്റ് മൈനസ് സ്മോളസ്റ്റ് വാല്യൂ. സോ 2, 4 ഇതിന്റെ റേഞ്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടാം? 8 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇൻറ്റു 2 ഇവിടെ മാറിയിട്ടില്ലേ? സ്കെയിൽ മാറ്റം വന്നപ്പോ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? മാറിയിട്ടില്ല. വാല്യൂ 4 ഉള്ളത് 8-ലോട്ട് എത്തിയിട്ടുണ്ട് അല്ലെ? 4 × 2 = 8. ക്ലിയർ ആണോ? 4 × 2 = 8 വരുന്നല്ലേ? സോ ഇവിടെ മാറ്റം വരുന്നുണ്ട്. സോ സ്കെയിൽ മാറ്റം വരുന്ന സമയത്ത് ഇവിടെ എന്ത് സംഭവിച്ചു? റേഞ്ചിൽ മാറ്റം വന്നു. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഒറിജിനിൽ മാറ്റം വരുത്തുക. 1, 2, 3, 4, 5 എന്നുള്ളത് ഒറിജിനിൽ മാറ്റം വരുത്തുക. y = 2 പ്ലസ് ആക്കാം. ഒറിജിനിൽ മാറ്റം വരുമ്പോൾ പറയുമ്പോൾ പ്ലസ് ചെയ്യണം. പ്ലസ് ചെയ്യുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന എന്താണ്? 3, 5 അല്ല 3, 4, 5, 6, 7 ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾ റേഞ്ച് എടുത്ത് നോക്കിയാൽ യു വിൽ ഗെറ്റ് 4 ഓൺലി. മനസ്സിലായോ? ഇവിടെ 7 - 3 ചെയ്യുമ്പോൾ 4 തന്നെ കിട്ടുന്നത് അല്ലെ? സെയിം ആണ്. ക്ലിയർ അല്ലേ? 7 - 3 = 4 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ എന്ത് വരുന്നില്ല? ചേഞ്ച് വരുന്നുണ്ടോ? ഒറിജിനിൽ മാറ്റം വരുമ്പോൾ ചേഞ്ച് വരുന്നുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ റേഞ്ചിന്റെ കേസിൽ സ്കെയിൽ മാത്രമേ എഫക്ട് ആവുന്നുള്ളൂ, ഒറിജിൻ എഫക്ട് ചെയ്യുന്നില്ല. അവിടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ചിന്റെ കേസ് നോക്കുക. വാട്ട് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച്? കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ചിന്റെ ഇക്വേഷൻ വെരി സിമ്പിൾ ആണ്. ഇപ്പോൾ റേഞ്ചിന്റെ ഇക്വേഷൻ L - S. കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് എന്ന് പറയുമ്പോൾ L - S / L + S × 100 ഇത്രേ ഉള്ളൂ. ഓക്കെ, L - S + L + S × 100 എന്നാണ് കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് വരിക. ഇപ്പൊ ഈ കേസ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ 1, 2, 3, 4, 5 ഇതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് ഒന്ന് നോക്കാം. കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് = അങ്ങനെ വരാം. L - S 5 - 1 / 5 + 1 × 100. ഒന്ന് ചെയ്ത് നോക്കിയാൽ എത്ര കിട്ടുന്ന? 5 - 1 / 5 +
1 into 100 is equal to 4 by 6 into 100 അല്ലെ. സോ 66.67% അങ്ങനെ എന്തെങ്കിലും കിട്ടാം. 66.67 ആയിരിക്കും കിട്ടാം. ഇനി ഇവിടെ നിങ്ങൾ സ്കെയിലിൽ മാറ്റം വരുത്തുക. സ്കെയിലിൽ മാറ്റം വരുത്തുന്ന 2x ആക്കി. ഓക്കെ, 2x ആകുമ്പോൾ 2, 4, 6, 8 അങ്ങനെ 10 വരെ വരുന്നുണ്ട്. സോ ഇങ്ങനെ വരുമ്പോൾ 2x ആക്കിയേ, 2x ആക്കുന്ന സമയത്ത് ഇങ്ങനെ വരുന്നുണ്ട് വാല്യൂ. അപ്പൊ ഇതിന്റെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് 10 minus 2 divided by 10 plus 2 into 100 എന്ന് ചെയ്യാം. സോ അപ്പോൾ എത്ര വരാം? 8 by 12 into 100. യു ഗെറ്റ് ദ സെയിം വാല്യൂ. മനസ്സിലായോ? സ്കെയിൽ മാറ്റം വന്നപ്പോൾ ഇവിടെ മാറ്റി വന്നോ? ഇല്ല അല്ലെ. സ്കെയിലിൽ മാറ്റം വന്നപ്പോ ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ചിൽ മാറ്റം വന്നോ? ഇല്ല. അത് മനസ്സിലാക്കാം. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഒറിജിനിലാണ് മാറ്റം വരുത്തുന്നതെങ്കിൽ ഒറിജിനൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? ഇപ്പൊ ഫോർ എക്സാമ്പിൾ +2 plus x എന്നുള്ള രീതിയിലാണ് വിചാരിക്കുക. ഇപ്പൊ 3, 4, 5, 6, 7 ഇതാണ് വാല്യൂസ് മാറും അല്ലെ. x ഇതാണെങ്കിൽ y is equal to 2 plus x ആണ്. ഒറിജിനൽ മാറ്റം വരുത്തി. സോ ഇതാണ് വരുന്നത് വിചാരിക്കും. സോ ഇവിടെ നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുക. 7 minus 3 divided by 7 plus 3 into 100. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ 4 by 10 into 100 ആണ്. യു വിൽ ഗെറ്റ് 40. ഇവിടെ എന്ത് വന്നു? മാറ്റം വന്നു. ഓക്കെ അല്ലേ? യെസ്. സോ അതാണ് ഇവിടെ പറയുന്നത്. Absolute measures are affected by scale only. Relative measures are affected by origin only. So ഇത് important ആണ് നോക്കാം. സോ അതിന് ഏതൊക്കെയാണ് റിലേറ്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് പേരുള്ള എല്ലാം റിലേറ്റീവ് മെഷേഴ്സ്. ഓക്കെ. സോ അബ്സല്യൂട്ട് മെഷേഴ്സ് ആർ ഡിപെൻഡന്റ് ഓൺ ദ യൂണിറ്റ് ഓഫ് ദ വേരിയബിൾ. ഓക്കെ, അബ്സല്യൂട്ട് മെഷേഴ്സ് എന്താണ്? ഡിപെൻഡന്റ് ഓൺ ദ യൂണിറ്റ് ഓഫ് ദ വേരിയബിൾ. റിലേറ്റീവ് മെഷേഴ്സ് യൂണിറ്റ് ഫ്രീ ആണ്. പിന്നെ കമ്പാരിസൺ പർപ്പസിന് നമ്മൾ എന്ത് ചെയ്യും? റിലേറ്റീവ് മെഷേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ യൂഷ്വലി രണ്ട് വാല്യൂസും നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ റിലേറ്റീവ് മെഷേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഇപ്പോൾ മെത്തേഡ് പ്രോബ്ലംസ് എന്നുള്ള രീതിയിൽ വരാം, വിച്ച് വൺ ഇസ് ബെറ്റർ എന്ന്. പക്ഷെ അങ്ങനെ ചോദിക്കില്ല. എന്നാലും രണ്ട് സെയിം ഡാറ്റാസ് ഒക്കെ തന്നിട്ട് വിച്ച് വൺ ഇസ് ബെറ്റർ എന്നൊക്കെ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട് ചിലപ്പോ. എന്നിട്ട് എ ബി ബോത്ത് ആർ സെയിം നൺ ഓഫ് ദിസ് എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ കമ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? റിലേറ്റീവ് മെഷേഴ്സ്. മോസ്റ്റ്ലി ഇങ്ങനത്തെ വരില്ല, പക്ഷെ എന്നാലും വന്നു കഴിഞ്ഞാൽ റിലേറ്റീവ് മെഷേഴ്സ് യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ ഈ പോയിന്റ് ഒന്ന് കട്ട് ചെയ്താൽ ഇത് ഞാൻ ഫസ്റ്റ് എഴുതിയ പോയിന്റ് ഒന്ന് മാറ്റിയിട്ട് ഇതാണ് പോയിന്റ് കേട്ടോ. ഈ പോയിന്റ് കട്ട് ചെയ്താ. സോ റേഞ്ചിന്റെ കാര്യം പറഞ്ഞല്ലോ. റേഞ്ച് ഇസ് ഈക്വൽ ടു L minus S. Coefficient of range is L minus S plus L plus S into 100. And what about the grouped frequency distribution? ഇപ്പൊ grouped frequency distribution കേസിൽ നിങ്ങൾക്ക് രണ്ട് ടൈപ്പ് നമുക്ക് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ 4 to 9, 10 to 15, 16 to 21. സോ ഈ രീതിയിൽ ഡാറ്റാസ് തരാം. അതേപോലെ 5 to 10, 10 to 15, 15 to 20 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയും തരാം. ഓക്കെ, ഇവിടെ നോക്കുക, ഇത് രണ്ട് ഡിഫറെന്റ് ആണ്. ഇത് രണ്ട് ഡിഫറെന്റ് ആണെങ്കിൽ ഇതിനെ മ്യൂച്വലി ഇൻക്ലൂസീവ് ഡാറ്റ എന്ന് പറയാം. ഇതിനെ എക്സ്ക്ലൂസീവ് സീരീസ് എന്ന് പറയാം. ഓക്കെ, എക്സ്ക്ലൂസീവ് ആണ്, അതാണ് സെയിം ആണ്. അപ്പർ ലിമിറ്റിന് ഇവിടെ ഉണ്ടോ 10 സെയിം ആണെങ്കിൽ നമ്മൾ എക്സ്ക്ലൂസീവ് എന്ന് പറയും, ഇവിടെ ഇൻക്ലൂസീവ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ഇപ്പൊ ഈ കേസിൽ വാട്ട് അബൌട്ട് സെക്കൻഡ് കേസിൽ എന്താണ് റേഞ്ച് നോക്കുക? വാട്ട് ഇസ് ദ റേഞ്ച്? റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ഇസ് 20 minus 5 equal to 15. അതാണ് ആൻസർ. ഓക്കെ, സോ 20 minus 5 is equal to 15 ആണ് വരിക. ഈ കേസിൽ 21 minus 4 ആണോ? അല്ല. ഓക്കെ, റിമെമ്പർ ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസ് ബൗണ്ടറീസിനെയാണ് നമുക്ക് പറയാം റേഞ്ച് എന്ന് പറയാം. ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസ് ബൗണ്ടറീസ്. അപ്പൊ ഇവിടെ ഈ 4ഉം 9ഉം 10ഉം 15ഉം 16ഉം 21 ഒക്കെ പറയുന്നത് ക്ലാസ് ലിമിറ്റ് ആണ്. എന്താണ്? ക്ലാസ് ലിമിറ്റ് ആണ്. ഇതിനെ നമ്മൾ എക്സ്ക്ലൂസീവിലോട്ട് മാറ്റണം. മാറ്റുന്നത് എങ്ങനെയാണ്? 3.5 to 9.5, 9.5 to 15.5, 15.5 to 21.5. സോ ഇങ്ങനെ മാറ്റിയാലും എക്സ്ക്ലൂസീവിലോട്ട് മാറ്റും. എന്നിട്ട് 21.5 ഡിവൈഡ് മൈനസ് 3.5 എന്ന് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ 21.5 minus 3.5 എന്ന് ചെയ്യുമ്പോൾ 18 ആവും. 18 അല്ലേ? യെസ്, ക്ലിയർ അല്ലേ? യെസ്, ക്ലിയർ ആയോ? ഓക്കെ, അപ്പോ ഒരു മിനിറ്റ്.
Okay. So range is equal to difference between extreme class boundaries തമ്മിലുള്ള difference ആണ് range. So range is affected by scale only. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. Range is unaffected by change in the origin. So അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. എന്താണ് affected by scale only, unaffected by dash origin. So അങ്ങനെയും ചോദിക്കാം കേട്ടോ എക്സാമിന്. unaffected by അല്ലെങ്കിൽ affected by അത് ശ്രദ്ധിക്കണേ. affected by ഉം unaffected by. ശരി. പിന്നെ ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് എക്സ് തന്നു, അതേപോലെ y is equal to 2 plus 3x എന്നൊക്കെ തന്നു വിചാരിക്കും. ഇവിടെ ഒറിജിൻ എത്രയാ 2 അല്ലെ, ഒറിജിൻ എത്രയാ 2. എന്നിട്ട് റേഞ്ച് is equal to 3 ആണെന്ന് പറയും. സോറി, റേഞ്ച് equal to 3 അല്ല, സ്കെയില് 3 ആണ്. 2 ആണ് ഒറിജിന്, 3 is സ്കെയില് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ ശ്രദ്ധിക്കണേ, y is equal to 2 plus 3x ആണ്. എന്നിട്ട് നിങ്ങളോട് പറയാണ് range of x is equal to 5. What about a range of y എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 3 into 5 ചെയ്താൽ മതി. എന്താണ് 3 into 5 അല്ലെ. ഒറിജിൻ മൈൻഡ് ചെയ്യണോ? വേണ്ട. നിങ്ങൾ ആകെ എന്ത് ചെയ്താൽ മതി, സ്കെയിലിനെ മാത്രം മൈൻഡ് ചെയ്താൽ മതി. സ്കെയിൽ into 5 ചെയ്താൽ മതി. ആൻസർ. ഇപ്പൊ സപ്പോസ് വേറെ ക്വസ്റ്റ്യൻ എടുക്കാം, y is equal to 2 minus 3x എടുക്കാം. ഓക്കെ, 2 minus 3x. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് റേഞ്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5, റേഞ്ച് ഓഫ് y എത്രയാണെന്ന് ചോദിക്കുന്നത്. ആ കേസിൽ -3 into 5 ആണോ ചെയ്യേണ്ടത്? ഇവിടെ സ്കെയിൽ എത്രയാ? -3. സ്കെയിൽ -3 ആണ്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് 3 into 5 തന്നെയാണ്. ഓക്കെ, സോ റിമെമ്പർ ഇവിടെ വരുമ്പോ യു ഹാവ് ടു ടേക്ക് വാട്ട്, മോഡുലസ് ഓഫ് ദ റേഞ്ച് സ്കെയിൽ എടുക്കുക. ഓക്കെ, so range of y is equal to modulus of scale into range of x. Okay, so next mean deviation. Mean deviation നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. മെയിൻ ഡീവിയേഷൻ, ഡീവിയേഷൻ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എക്സ് മൈനസ് എ അല്ലെ. എക്സിന്റെ വാല്യൂസ് 1 2 3 തന്നിട്ടുണ്ട്. ഓക്കെ, സോ എക്സ് മൈനസ് എക്സ് ബാർ ചെയ്തിട്ടില്ലേ നമ്മൾ. എക്സ് ബാർ ഇസ് ഈക്വൽ ടു 2 എന്ന് വന്ന് എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറയുമ്പോൾ എന്താ വരാം, -1 0 1 ഇങ്ങനെ ചെയ്തിട്ടില്ലേ, എക്സ് മൈനസ് എക്സ് ബാർ. അതേപോലെ നമുക്ക് എക്സ് മൈനസ് മീഡിയം ചെയ്തൂടെ, അതേപോലെ എക്സ് മൈനസ് എന്ത് നമ്പറും ചെയ്തുകൂടെടാ അല്ലെ. എക്സ് മൈനസ് എന്തും ചെയ്യാറോ. അപ്പൊ ഞാൻ ഇവിടെ എക്സ് മൈനസ് എനി നമ്പർ ചെയ്തു, എന്നിട്ട് ഇവിടെ നോക്കുന്നുണ്ട്, ഇത് എല്ലാം കൂടി ആഡ് ചെയ്ത് ഇവിടെ 0 കിട്ടും. പക്ഷെ അതുകൊണ്ട് നമ്മൾ എന്തെടുക്കും, ആബ്സല്യൂട്ട് വാല്യൂ എടുക്കും. ഓക്കെ, ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് 0 കിട്ടുന്നുണ്ട്, ആബ്സല്യൂട്ട് വാല്യൂ എടുക്കും. ഓക്കെ, ഈ അബ്സല്യൂട്ട് വാല്യൂ എടുത്തിട്ട് എന്താണ് എക്സ് മൈനസ് ഒരു എമൗണ്ട്, ഒരു നമ്പർ, അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുത്തിട്ട് നമ്മളെല്ലാം കൂടി എന്ത് ആഡ് ചെയ്തിട്ട് ഇവിടെ ഒരു വാല്യൂ. ഇപ്പൊ ഇത് 1 0 1 എത്ര 2 ആട്ടാം. സോ അപ്പൊ എക്സ് മൈനസ് എക്സ് ബാർ ചെയ്തിട്ട് നമ്മൾ മോഡുലസ് എടുത്തിട്ട് ചെയ്യാണ്. എന്നിട്ട് സം എടുക്കുക. സോ സം ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് എ എന്ന് ചെയ്യാം. ഓക്കെ, യെസ്. സോ സം ഓഫ് x minus x bar absolute deviations from x bar. ഓക്കെ, എന്താണ് എക്സ് മൈനസ് എക്സ് ബാറിന്റെ അബ്സല്യൂട്ട് ഡീവിയേഷൻ എടുത്തിട്ട് സം ചെയ്യണം. ഈ ഒരു ക്വസ്റ്റൻ എടുക്കും. അതേപോലെ ഇപ്പൊ മീഡിയൻ 2 ആണ്. സോ അതേപോലെ തന്നെ മീഡിയനും നമ്മൾ സെയിം രീതി ചെയ്യാണ്. സോ ഈ പാർട്ട് ഇതിനാണ് എന്ത് പറയാ, സിഗ്മ എക്സ് മൈനസ് എ എന്ന് പറയാം. ഓക്കെ, ആ വാല്യൂനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡഡ് ബൈ n ചെയ്യും. സോ ഇതിനെയാണ് മീൻ ഡീവിയേഷൻ എന്ന് പറയാം. എടാ നമ്മൾ നോർമലി എക്സിന്റെ മീൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, എക്സ് ബാർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, വിൽ ഫൈൻഡ് ഔട്ട് ബൈ സിഗ്മ എക്സ് ബൈ എൻ അല്ലെ. സിഗ്മ എക്സ് ബൈ എൻ ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ ചോദിക്കുന്നത് എക്സ് മൈനസ് എ ഇങ്ങനെയുള്ള സാധനത്തിന്റെ മീൻ എന്താണെന്ന് ചോദിക്കും. ഈ ഡീവിയേഷന്റെ മീൻ എന്താണെന്ന് ചോദിക്കുന്നു. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞൂടെ, സെയിം രീതിയിൽ എക്സ് മൈനസ് എ ചെയ്യാം, എന്നിട്ട് ഡിവൈഡ് ബൈ എൻ ചെയ്താൽ അല്ലെ, അത്രേ ഉള്ളൂ. സോ സെയിം തിങ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. സിഗ്മ എക്സ് മൈനസ് എ ഡിവൈഡ് ബൈ എൻ. പിന്നെ ഫ്രീക്വൻസി ഉള്ള കേസിലാണെങ്കിൽ നിങ്ങളിപ്പോ എക്സ് ബാർ കണ്ടുപിടിക്കുന്ന സമയത്ത് ഫ്രീക്വൻസി ഉള്ള കേസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഇങ്ങനല്ലേ ചെയ്യാം, സിഗ്മ എഫ് എക്സ് ബൈ എൻ എന്നല്ലേ ചെയ്യാം. യെസ്. സോ സിഗ്മ എഫ് എക്സ് ബൈ എൻ എന്ന് പറയുമ്പോൾ എന്നാ വരുന്നത്, എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ. സോ അതേപോലെ ഈ കേസിൽ എഫ് ഉള്ള കേസ് ആണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, എഫ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. നമ്മളിപ്പോ സാധാരണ എങ്ങനെയാണ്, എക്സ് ബാർ എന്ന് വരുമ്പോൾ സിഗ്മ എക്സ് ബൈ എന്നും എഫ് ഉള്ള കേസിൽ സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ്. അപ്പൊ നേരത്തെ ഇപ്പൊ പറഞ്ഞ മീൻ ഡീവിയേഷന്റെ കേസിൽ
സിഗ്മ എക്സ് മൈനസ് എ ബൈ എൻ തരുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്താൽ മതി? എഫ് ഇൻറ്റു എക്സ് മൈനസ് എ ബൈ എൻ. ഫിനിഷ്. ഓക്കെ. സോ അത് രണ്ടും സെയിം. പിന്നെ ഈ കേസിൽ ഇപ്പോൾ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തത് എ ക്യാൻ ബി എനി വാല്യൂ. എന്താണ്? മീൻ ഡിവിഷൻ അബൌട്ട് മീഡിയൻ ആവാം, മീൻ ഡിവിഷൻ അബൌട്ട് മീൻ ആവാം, മീൻ ഡിവിഷൻ മോഡ് ആവാം, എന്ത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ. സോ ഇവിടെ ഒരു എക്സാം തിയറി ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ് ആണ് ഇത്. മീൻ ഡിവിഷൻ ഇസ് ബേസ്ഡ് ഓൺ അബ്സല്യൂട്ട് ഡീവിയേഷൻസ് ഓൺലി. അബ്സല്യൂട്ട് ഡീവിയേഷൻസിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് മീൻ ഡിവിഷൻ ഉള്ളത്. Okay, so mean deviation is based on absolute deviations only because we consider or we use modulus while finding x. So which of the following measure of dispersion is using absolute deviation? Mean deviation. Okay. Next is quartile deviation. Quartile ipo standard deviation yes. So quartile deviation is very simple. Quartile deviation നമ്മൾ സാധാരണ റേഞ്ച് എന്ന് പറയുന്ന സമയത്ത് L minus S എന്ന് പറയാം അല്ലെ. ഇതാണ് റേഞ്ച്. ഇപ്പൊ ക്വാർട്ടൈൽസിന്റെ കേസിൽ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. Q1 ഉണ്ട്, ഇവിടെ Q2 ഉണ്ട്, Q3 ഉണ്ട്. സോ ഈ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയാം. എന്താണ്? ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച്. ഇതിന്റെ ഹാഫ് എന്താണ്? ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് ഉണ്ടല്ലോ, ഇത് ഫുള്ള്, അതിന്റെ ഹാഫിനെയാണ് നമ്മൾ എന്താ പറയാ? ക്വാർട്ടൈൽ ഡിവിഷൻ എന്ന് പറയാം. സോ ക്വാർട്ടൈൽ ഡിവിഷൻ ഇസ് ഈക്വൽ ടു Q3 minus Q1 by ക്ലിയർ അല്ലേ? Q3 minus Q1 by 2. Clear ആണോ? Yes. So അതേ സംഭവം തന്നെ ഇപ്പൊ L minus S divided by L plus S by into 100 എന്നല്ലേ നമ്മൾ ഏതിനെ ചെയ്യാം? റേഞ്ചിനെ ചെയ്യാം. അപ്പൊ ഇവിടെ സെയിം തിങ്, Q3 minus Q1 by 2 ഡിവൈഡ് ബൈ Q3 plus Q1 by 2 എന്നാണ് ചെയ്യേണ്ടത് കോഎഫിഷ്യന്റ്. സോ ഇവിടെ 2 കട്ടായി പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ. യെസ്. സോ ഇവിടെയും സ്കെയിൽ മാത്രമേ അഫക്റ്റ് ആവുന്നുള്ളൂ. ഇത് ക്വാർട്ടൈൽ ഡിവിയേഷൻ. Coefficient of quartile deviation is affected by origin only. Same. Okay. Yes. Not affected by extreme. Sorry. നമ്മളിപ്പോ ക്വാർട്ടൈൽസിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഈ മീഡിയന്റെ കാര്യം പറഞ്ഞായിരുന്നു. പൊസിഷണൽ ആവറേജ് ആണ്. പൊസിഷൻ നോക്കിയിട്ടാണ് മീഡിയൻ ഡിസൈഡ് ചെയ്യുന്നത് അല്ലെ. കറക്റ്റ് മിഡിൽ പൊസിഷൻ വരുന്നതിനാണ് മീഡിയൻ എന്ന് പറയുക. സോ പൊസിഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ക്വാർട്ടൈൽസ് എന്ന് പറയുന്നതും പൊസിഷനുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ്. സോ പൊസിഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പൊസിഷണൽ ആവറേജ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയൻ ആണ്. ഓക്കെ. സോ സെയിം മീഡിയന്റെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ച ക്വാളിറ്റീസ്, സെയിം ക്വാളിറ്റീസ് എവിടെയും പഠിക്കാനുണ്ട്. അതാണ് ബേസ്ഡ് ഓൺ എക്സ്ട്രീം ഒബ്സർവേഷൻ അഫക്ട് ചെയ്യുന്നില്ല, ബേസ്ഡ് ഓൺ 50% ഓഫ് ഒബ്സർവേഷൻ. അതായത് ഇവിടെ എത്ര വാല്യൂസ് ഉണ്ടെങ്കിലും നമ്മൾ മിഡിലുള്ള കുറച്ച് പോർഷൻ മാത്രം നോക്കിയാലും നമുക്ക് തെറ്റാൻ പോകും. 1, 2, 3, 4, 5 എന്നുള്ളതിൽ ഇത് എക്സ്ട്രീമിലുള്ള ഒബ്സർവേഷൻ ഒഴിവാക്കിയാലും മിഡിലുള്ള പാർട്ട് മാത്രം കൺസിഡർ ചെയ്താൽ മതി അല്ലെ, നമുക്ക് മീഡിയം കണ്ടുപിടിക്കാനായിട്ടാണ്. സോ അതേപോലെ ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഓപ്പൺ എൻഡ് ക്ലാസിഫിക്കേഷൻ. ഓപ്പൺ എൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 50, ലെസ് ദാൻ 100, ലെസ് ദാൻ 150 എന്നൊക്കെ പറയുന്ന ആ ടൈപ്പ് കാൽക്കുലേഷൻസ് ഉണ്ട്. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇറ്റ് ഇസ് യൂസ്ഫുൾ എന്നാണ് പറയുന്നത്. ഓക്കെ. Next about standard deviation. So ഇത് മൂന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. സെയിം ഇത് മീഡിയന്റെ കേസിൽ വരുന്ന അതേ ക്വാളിറ്റീസ് ഏതിനാണ് വരുന്നത്? ഡിസ്പെർഷനിൽ ക്വാർട്ടൈൽ ഡിവിഷൻ. ശരി. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ. സ്റ്റാൻഡേർഡ് ഡിവിയേഷന്റെ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ വേരിയൻസ് ഈസ് ഈക്വൽ ടു എന്താണ് പറഞ്ഞത്? സിഗ്മ അല്ല, മീൻ ഡിവിഷൻ ഒന്ന് നോക്കാം. മീൻ ഡിവിഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ബൈ n. ഇതല്ലേ മീൻ ഡിവിഷൻ? മീൻ ഡിവിഷൻ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ബൈ n ആണ് അല്ലെ? യെസ്. പക്ഷെ ഇവിടെ വേരിയൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ ചെയ്താൽ. സോ വേരിയൻസ് ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ ബൈ. ഓക്കെ ആണോ? ഓക്കെ. സോ എക്സാം ഓറിയന്റഡ് ആയിട്ട് പലപ്പോഴും നമുക്ക് ഈ ഒരു ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടി വരും. ഇത് വേരിയൻസ് ഈക്വൽ ടു സിഗ്മ എക്സ് സ്ക്വയർ ബൈ n മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. ഇതാണ് വേരിയൻസിന്റെ വേറൊരു ഇക്വേഷൻ, രണ്ടാമത്തെ ഒരു ഇക്വേഷൻ ഉണ്ട്. സോ ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇക്വേഷൻ വേരിയൻസിന്റെ കേസിൽ. അപ്പൊ പലപ്പോഴും നമുക്ക് അപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂസ് കിട്ടില്ല. ഓക്കെ. സോ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പലപ്പോഴും ഇത് ചെയ്യേണ്ടി വരും. എന്താണ്? സിഗ്മ എക്സ് സ്ക്വയർ ബൈ n മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ തന്നെയാണ്. ഓക്കെ അല്ലേ? എന്നിട്ട് സ്റ്റാൻഡേർഡ് ഡിവിഷൻ ആണെങ്കിൽ റൂട്ട് ചെയ്താൽ മതി. വേരിയൻസിന്റെ റൂട്ട് ആണ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ. അത് നിങ്ങൾക്ക് അറിയാം. സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഇസ് ദ റൂട്ട് ഓഫ് വേരിയൻസ്. സോ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഇസ് ബെസ്റ്റ് മെഷർ, മോസ്റ്റ് യൂസ്ഫുൾ, കോമൺലി യൂസ്ഡ്, റൈറ്റ്? ഇതറിയാം.
നെക്സ്റ്റ് പിന്നെ രണ്ട് നമ്പേഴ്സ് വന്നിട്ടുണ്ട്. സപ്പോസ് 2 5. ഇതിന്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഇത് ചെയ്യാൻ നിൽക്കണ്ട. രണ്ട് നമ്പേഴ്സ് മാത്രം തന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതിന്റെ റേഞ്ച് എടുക്കുക 3 അല്ലെ ബൈ 2 ചെയ്യും. എന്താണ് റേഞ്ച് എടുത്തിട്ട് ഹാഫ് എടുത്താൽ മതി. സോ ദാറ്റ്സ് ഓൾ. സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് റേഞ്ച്. പിന്നെ അതേപോലെ ഇപ്പൊ 2 ഉം 5 ഉം തന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ 3/2 റേഞ്ച് ബൈ 2 ചെയ്താൽ മതി. ഇനി ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ പേരാണ് മനസ്സിലായോ, 2 റിപ്പീറ്റ് ചെയ്യുന്നതാണ് 3 പ്രാവശ്യം, 5 റിപ്പീറ്റ് ആണ് 3 പ്രാവശ്യം. സോ അങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഈക്വൽ ടു 3/2 എന്ന് എഴുതാം. ഓക്കെ. ഇഫ് ഓൾ ഒബ്സർവേഷൻസ് ആർ സെയിം ദെൻ എസ് ഡി ഈക്വൽ ടു 0 അല്ലേ. എല്ലാ ഒബ്സർവേഷനും സെയിം ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിവിഷൻ എന്താണ് 0 ആണ് വരാം. ഞാൻ പറഞ്ഞില്ലേ ഡിവിഷൻ ഉണ്ടാവോ, എല്ലാ ഒബ്സർവേഷനും സെയിം ആണെങ്കിൽ ഡിവിഷൻ ഉണ്ടാവും ഇല്ല. റേഞ്ച് 0 ആയിരിക്കും, മെയിൻ ഡിവിഷൻ 0 ആയിരിക്കും, ക്വാർട്ടർ ഡിവിഷൻ 0 ആയിരിക്കും, എല്ലാം 0 ആയിരിക്കും. പിന്നെ അഫക്റ്റഡ് ബൈ സ്കെയിൽ ഓൺലി അത് പറഞ്ഞാണ്. പിന്നെ ഇവിടെ ഫൈൻഡിങ് പൂൾഡ് മെഷർ ഓഫ് ഡിസ്പെർഷൻ ഒരു നമ്മളിപ്പോ പറഞ്ഞ പോലെ കമ്പൈൻഡ് മീന് കമ്പൈൻഡ് HM ഒക്കെ പറഞ്ഞില്ലേ, അതേപോലെ ഡിസ്പേർഷന്റെ കേസിൽ നമുക്ക് കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ ചെയ്യാറുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ളത്, ഫൈൻഡിങ് പൂൾഡ് മെഷർ എന്ന് പറഞ്ഞിട്ട്. സോ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഇസ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഡിവൈഡ് ബൈ AM into 100. സോ നമ്മൾ നേരത്തെ മീൻ ഡിവിഷന്റെ കേസിൽ മീൻ ഡിവിഷൻ എന്താണെന്ന് പഠിച്ചു. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡിവിഷൻ പറഞ്ഞിട്ടില്ല. കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡിവിഷൻ എന്ന് പറയുമ്പോൾ MD ബൈ നമ്മൾ മീൻ ഡിവിഷൻ അബൌട്ട് എന്താണ് എടുക്കുന്നത്. സോ മീൻ ഡിവിഷൻ അബൌട്ട് മീൻ എടുത്തു കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ മീൻ ഇൻറ്റു 100. ഓക്കെ. സോ കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡിവിഷൻ അഗെയിൻ കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് നമ്മൾ പറഞ്ഞു എന്താണ് L minus S divided by L plus S into 100 ആണ് നമുക്കറിയാം. ക്വാർട്ടൈൽ ഡിവിഷന്റെ കേസിലാണെങ്കിൽ Q3 minus Q1 divided by Q3 plus Q1 into 100 എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതേപോലെ മെയിൻ ഡിവിഷൻ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മെയിൻ ഡിവിഷൻ ഡിവൈഡഡ് ബൈ നിങ്ങൾ എക്സ് മൈനസ് എ എടുക്കാനല്ലേ പറഞ്ഞത്. ഈ എ ആയിട്ട് എടുത്തത് മീൻ ആണോ മീഡിയൻ ആണോ മോഡാണോ. ഓക്കെ. സോ അവിടെ എ ആയിട്ട് എന്താണോ എടുത്തിട്ടുള്ളത് അതാണ് ഇവിടെ താഴെ വരേണ്ടത് ഇൻറ്റു 100 ചെയ്യാം. ഓക്കെ. സോ സ്റ്റാൻഡേർഡ് ഡിവിഷന്റെ കേസിൽ നമ്മൾ എക്സ് മൈനസ് എക്സ് ബാർ അല്ല എടുക്കുന്നത്, എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. സോ യു ഹാവ് ടു ടേക്ക് മീൻ അല്ലെ, എസ് ഡി ബൈ മീൻ ഇൻറ്റു 100. സോ വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് നെക്സ്റ്റ് ഈ പാർട്ടും കൂടി ഉണ്ട്. സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് റൂട്ട് ഓഫ് n സ്ക്വയർ മൈനസ് 1/12. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇപ്പൊ 0 1 2 ഫോർ എക്സാമ്പിൾ വാല്യൂസ് 1 2 3 4 എന്നൊക്കെ തന്നിട്ട് ഒരു 100 വരെ തരുന്നു. ഇതിന്റെ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം, സ്റ്റാൻഡേർഡ് ഡിവിഷൻ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ്ലി തരുന്നത് റൂട്ട് ഓഫ് n സ്ക്വയർ മൈനസ് 1/12 എന്ന് ചെയ്താൽ. ഓക്കെ. ഇനി സപ്പോസ് നിങ്ങളോട് ചോദിക്കുകയാണ് 5 മുതൽ 5 6 7 8 9 എങ്ങനെ 50 വരെ ചോദിക്കാണ്. സോ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഇതിന്ന് എല്ലാത്തിനും നിങ്ങൾ 4 മൈനസ് ചെയ്യാം, എല്ലാ വാല്യൂസും 4 മൈനസ് ചെയ്യാം. അപ്പൊ എന്താ 1 2 3 എക്സെട്ര 46 വരെ പോയില്ലേ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇവിടെ ഈ ഒരു കേസിൽ സെക്കൻഡ് കേസിൽ ഇത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം, റൂട്ട് ഓഫ് അല്ലെ റൂട്ട് ഓഫ് 46 സ്ക്വയർ മൈനസ് 1/12 എന്ന് പറഞ്ഞിട്ട് ചെയ്യാം. ഓക്കെ. ഇവിടെ നോക്ക് ജസ്റ്റ് 4 ആഡ് ചെയ്തല്ലോ, അതായത് ഒറിജിനിൽ മാത്രം ചേഞ്ച് വന്നതാണ്. ഒറിജിനിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡിവിഷൻ മാറുമോ ഇല്ല. അപ്പൊ ഇവിടെ എന്താണോ നിങ്ങൾക്ക് വാല്യൂ കിട്ടുന്നത് സെയിം വാല്യൂ ആയിരിക്കും മുകളിലും വരാം. ഓക്കെ. യെസ്. സോ ഇവിടെ ഞാൻ പോയിന്റ് ചെയ്തിട്ടുണ്ടല്ലോ 100 101 199 ആണെങ്കിലും 0 1 2 99 ആണെങ്കിലും സെയിം ആണ്. കാരണം എന്താ, ഒറിജിൻ എന്ത് ചെയ്യുന്നില്ല, സ്റ്റാൻഡേർഡ് ഡിവിഷനെ അഫക്ട് ചെയ്യുന്നില്ല. ഓക്കെ. സോ ലാസ്റ്റ് ഓഫ് ഓൾ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഒബ്സർവേഷൻ എല്ലാം സെയിം ആണെങ്കിൽ ഇറ്റ്സ് 0. പിന്നെ ഇത് സെയിം ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ റേഞ്ച് ഓഫ് y is equal to മോഡുലസ് ഓഫ് b into റേഞ്ച് ഓഫ് x എന്ന് പറഞ്ഞ പോലെ മെയിൻ ഡിവിഷൻ ഓഫ് y is equal to മോഡുലസ് ഓഫ് b into മോഡ് ഡിവിഷൻ ഓഫ് y എന്ന് പറയുന്നത് x എന്ന് പറയുന്ന പോലെ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഓഫ് y is equal to മോഡുലസ് ഓഫ് b ക്വാർട്ടൈൽ ഡീവിയേഷൻ ഓഫ് x. സെയിം രീതിയിൽ തന്നെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഓഫ് y is equal to മോഡുലസ് ഓഫ് b സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ഓഫ് x ആണ്. ഓക്കെ. സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഓഫ് x. നെക്സ്റ്റ് ഇപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും നല്ലോണം. എന്താണ് ഇത് ഓർമ്മയുണ്ടോ? ഇപ്പൊ കമ്പൈൻഡ് മീൻ കമ്പൈൻഡ് HM എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അപ്പൊ ഇത് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്തോ, ഓൾറെഡി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കഴിച്ചോ, അതർവൈസ് ഡിഫിക്കൽട്ട്. സോ ഇത് ചെയ്യേണ്ടത് നമുക്ക് കുറച്ച് ഡാറ്റാസ് തന്നിട്ട് അവര് നിങ്ങളോട് സ്റ്റാൻഡേർഡ്
കുറച്ച് ഡാറ്റാസ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ 15 ഒബ്സർവേഷൻ ഉണ്ട്, 20 ഒബ്സർവേഷൻ ഉണ്ട് എന്നൊക്കെ പറയാം. എന്നിട്ട് പറയുന്നത് 15 ഒബ്സർവേഷന്റെ മീൻ ഇസ് ഈക്വൽ ടു 10. ഓക്കെ, ഇതിന്റെ മീൻ ഇസ് ഈക്വൽ ടു 12 എന്ന് തരും. ഇതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 2, ഇത് 3 എന്ന് പറയും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കാം ഈ ടോട്ടൽ 30യുടെ മീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം n1 into n അല്ലെ, n1 into x1 bar plus n2 into x2 bar divided by n1 plus n2 എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പൈൻഡ് മീൻ കണ്ടുപിടിക്കും. അതേപോലെ എങ്ങനെയാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഡിവിഷൻ കണ്ടുപിടിക്കുന്നത് ഈ ഒരു ഇക്വേഷൻ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ ചെയ്യേണ്ടത് റൂട്ട് ഓഫ് n1 s1 സ്ക്വയർ പ്ലസ് n2 s2 സ്ക്വയർ പ്ലസ് n1 into d1 സ്ക്വയർ പ്ലസ് n2 into d2 സ്ക്വയർ ഡിവൈഡ് ബൈ n1 പ്ലസ് n2. ഇതിന്റെ റൂട്ട് എടുത്താൽ മതി. ഓക്കെ, സോ ഇത് പഠിച്ച് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഓക്കെ, അതർവൈസ് ഇറ്റ്സ് ഡിഫിക്കൽട്ട്. ഇപ്പൊ തന്നെ എനിക്ക് ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഇത് നമ്മൾ അരമണിക്കൂറൊക്കെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. ഓക്കെ, എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് നമുക്കിപ്പോ സമയമില്ലല്ലോ. സോ ഇവിടെ d1 എന്താണ് d2 എന്താണെന്ന് നോക്കണേ. d1 മീൻസ് x1 മൈനസ് എക്സ് ബാർ. വാട്ട് അബൌട്ട് എക്സ് ബാർ? ഇവിടെ നമുക്ക് ഇപ്പൊ 15ഉം 13 ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ 20 ഇവിടെ 10 തന്നു വിചാരിക്കും. ഇതിന്റെ കമ്പൈൻഡ് മീൻ കിട്ടൂലേ? ഇതെന്താണ് x1 ബാർ, ഇത് x2 ബാർ. ഇവിടെ നമുക്ക് കമ്പൈൻഡ് മീൻ കിട്ടൂലേ? കമ്പൈൻഡ് മീൻ ഇക്വേഷൻ വെച്ചിട്ട് അതാണ് എക്സ് ബാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ആ എക്സ് ബാറിന് d1 എന്ന് x1 ഈ ഓരോ 20 എന്ന് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 13 ആണ് കിട്ടിയിരിക്കും. അപ്പൊ ഈ 20 നിന്ന് 13 ഓർക്കാം. അപ്പൊ എത്ര 7 8. സോ അതാണ് ഇവിടെ 7 വരാം. ആൻഡ് 10 13 ഓർക്കാം, -3. സോ -3. പക്ഷെ ഇവിടെ സൈൻ മാറ്റർ അല്ല, കാരണം എന്താ സ്ക്വയർ എടുക്കുന്നുണ്ട്. ഓക്കെ, സി ഇറ്റ്സ് വെരി സിമ്പിൾ. സംഭവം നമ്മളിപ്പോ n1 into x1 ബാർ പ്ലസ് n2 into x2 ബാർ ഡിവൈഡ് ബൈ n1 പ്ലസ് n2 എന്നാണ് ചെയ്യുന്നത്. ഏതില്? കമ്പൈൻഡ് മീൻ കേസിൽ. ഓക്കെ, ഇത് നമുക്ക് എക്സ് ബാർ കിട്ടും. കമ്പൈൻഡ് എസ് ടി ഉണ്ടാവൂടാ, ഞാൻ ഇട്ടിട്ടുണ്ടാവും. ലാസ്റ്റ് പാർട്ടിലോട്ട് നോക്കിയാൽ മതി. ഉണ്ടാവും. ഓക്കെ, ഇത് എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടാവും ചാൻസ് ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ ഇതില് ഇക്വേഷൻ ഇതേപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞത് കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് മീൻ ഡിവിഷന്റെ പോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് n1 into s1 സ്ക്വയർ പ്ലസ് n2 into s2 സ്ക്വയർ സെയിം ബൈ n1 പ്ലസ് n2 s1 സ്ക്വയർ s2 സ്ക്വയർ. ഓക്കെ, എന്നിട്ട് പ്ലസ് എന്താണ് n1 into d1 സ്ക്വയർ പ്ലസ് n2 into d2 സ്ക്വയർ. എന്നിട്ട് റൂട്ട് എടുക്കാം. ഇത്രയുള്ള പരിപാടി. ഓക്കെ, ഇവിടെ d1 എന്താ d2 എന്താണെന്ന് അറിയണം. സോ d1 മീൻസ് x1 മൈനസ് എക്സ് ബാറും d2 മീൻസ് x2 മൈനസ് എക്സ് ബാറും ആണ്. സോ ഇത് നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, ഞാൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതിലുണ്ടാവും. യെസ്, ആൻഡ് വാട്ട് അബൌട്ട് നെക്സ്റ്റ് ലാസ്റ്റ് ഇത് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ കേസിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 2/3 ST, MD is equal to 4/5 ST. സോ ഇത് രണ്ട് നോട്ട് ചെയ്ത് വെച്ചു. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 2/3 ST, MD is equal to 4/5 ST. ഓക്കെ, സോ ഇത് നമുക്ക് തിരിച്ചു മറിച്ചിടാം. ഇങ്ങനെ 3/2 QD is equal to ST അങ്ങനെയൊക്കെ ഇടാം. എന്നിട്ട് ഞാൻ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പുതിയൊരു റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡിവിഷൻ ആണ് ഏറ്റവും വലുത് വരും. കാരണം സ്റ്റാൻഡേർഡ് ഡിവിഷന്റെ 66% ആണ് QD ഉള്ളത്, 80% ആണ് MD ഉള്ളത്. സോ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു MD ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു QD അല്ലേ? ഓക്കെ, ശരി. പിന്നെ ഇത് വെച്ച് ഞാൻ സോൾവ് ചെയ്ത് ലാസ്റ്റ് ഇതാ ഇത് ഇങ്ങനെ സോൾവ് ചെയ്തെടുത്തിട്ട് ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഫോം ചെയ്തിട്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ. 3/2 QD is equal to ST, 5/4 MD is equal to ST. ഇതെങ്ങനെ ആയിട്ട് ഇവിടുന്ന് ഇത് പഠിക്കാൻ നോക്കും. 2 3 4 5 കണ്ടോ, ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. QD is equal to 2/3 ST, MD is equal to 4/5 ST. ഇപ്പൊ 2 3 4 5 എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഇതിനെ മാറ്റി എഴുതിയതാ ST is equal to ഇങ്ങനെ എഴുതി, ST is equal to 5/4 MD. ഇതെല്ലാം കൂടി ഈക്വൽ ആണല്ലോ അല്ലെ. 3/2 QD is equal to ST ആണ്. സോ ഇത് ഈക്വൽ ടു ഈക്വൽ. എന്നിട്ട് ഞാൻ LCM എടുത്തിട്ട് ചെയ്തിട്ടാകുമ്പോൾ അവസാനം എനിക്ക് ഒരു റിലേഷൻഷിപ്പ് കിട്ടി. 6 QD equal to 4 ST equal to 5 MD. ഓക്കെ, സോ ഫ്രം ദിസ് നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ ഏതാണ് ST ആണ് ഏറ്റവും വലുത്, MD ആണ് സെക്കൻഡ് വരാം, QD ആണ് ഏറ്റവും ചെറുത് വരാം അല്ലെ. ഓക്കെ, ശരി. അപ്പൊ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പെർഷൻ എന്നുള്ള പോർഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ്. ഓക്കെ അല്ലേ? 5 minutes ഉണ്ട്. നമുക്ക് ഡൗട്ട് ഉണ്ടെന്ന് ചോദിക്കാം. 5 minutes ഞാൻ അരമണിക്കൂറിൽ എനിക്ക് സ്റ്റാറ്റിസ്റ്റിക് ഡിസ്ക്രിപ്ഷൻ 5 minutes. എന്താടാ ജംഷീറെ ചിരിക്കുന്നുണ്ടേ? സ്പീഡ് കുറച്ച് കുറഞ്ഞു പോയാ? എന്റെ അവസ്ഥയാ.
ക്ലാസ് പോയാ പോക്കെ. എടാ മോനെ ഞാൻ പറഞ്ഞില്ലേ ഈ ടോപ്പിക് ഇപ്പൊ ഞാൻ എടുത്ത ടോപ്പിക് അല്ലേ ഇത്, നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മനസ്സിലാവും. 6 hours എടുത്ത ടോപ്പിക് ആണ് ഈ 1.5 hours തീർത്തത്. 6 hours, 3 മണിക്കൂർ. 3 മണിക്കൂറല്ല, 4ാമത്തെ ദിവസം കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. സോറി, 3ാമത്തെ ദിവസം കൂടി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 8 hours. 8 hours എടുത്ത ടോപ്പിക് ആണ് ഈ 1.5 hours. 1.5 hour ആയോ? ഇല്ല. അല്ല, ഇത്രയല്ലേ പറ്റുള്ളൂ. ഇനിയിപ്പോ സമയമില്ലല്ല. ഞാൻ ഈ ചാപ്റ്റർ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ഇത് റിവിഷൻ ആണെന്ന് മര്യാദയ്ക്ക് ഇത് ഹെഡിങ് ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. റാപ്പിഡ് റിവിഷൻ ആണ്. സാധാരണ മറ്റേ ക്ലാസ്സിനാണ് ഞാൻ റിവിഷൻ എന്ന് പേരിട്ട്. അത് 100 മണിക്കൂറുണ്ട്, 35 ദിവസം എടുത്ത ക്ലാസ്. എന്നിട്ട് അതിനാണ് ഞാൻ റിവിഷൻ എന്ന് പേരിട്ട്. അപ്പൊ എന്റെ നോർമൽ ക്ലാസ്, റെഗുലർ ക്ലാസ് എങ്ങനെ ചെയ്യണം? ഇനി മോസ്റ്റ്ലി ഞാൻ ആ റിവിഷൻ ക്ലാസ് അത് ഒഴിവാക്കി. റിവിഷൻ ഇങ്ങനെ ആയിട്ട അല്ലെ. അപ്പൊ റാപ്പിഡ് റിവിഷന്റെ പേരിട്ട തന്നെ ഇങ്ങനെയാണ് ഫസ്റ്റ് തന്നെ. എനിക്ക് അറിയുന്നില്ല, ബാക്കി പുതിയ പിള്ളേരൊന്നും അങ്ങനെ മെസ്സേജ് അയക്കുന്നില്ല. പുതിയ പിള്ളേരെ മെസ്സേജ് അയക്കടാ, പുതിയ പിള്ളേരെ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിപ്പോ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു സബ്ജക്ട് കേൾക്കുന്നതെങ്കിൽ സീനാണ്. മനസ്സിലായോ? ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു ക്ലാസ് കേൾക്കുന്നതെങ്കിൽ കിളി പോയ പോക്കുണ്ടല്ലോ, ഒന്നും പറയണ്ട അല്ലെ. അപ്പൊ ഞാന് അതിന്റെ ഓഡിയോ നിങ്ങൾക്ക് അയച്ചുതരാം. അതെ, ഫസ്റ്റ് ടൈം ഞാൻ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താ സീന്? ഇപ്പൊ നിങ്ങള് ഡിസംബറിൽ എക്സാം എഴുതാൻ പോകുന്നതുകൊണ്ട് പ്രശ്നമില്ല. മെയിൽ എക്സാം എന്ന പിള്ളേരാണെങ്കിൽ പറയും സാറിന്റെ ക്ലാസ് രസമില്ല, സാർ എന്താന്ന് ഓടിച്ചു പോയി. അതിന്റെ ഇടക്ക് കുറെ മെസ്സേജസ് വരുന്നുണ്ട്, ക്ലാസ് ഇട്ട് കയറണം. എടാ വിഷ്ണു ഉണ്ടോ ഇവിടെ ക്ലാസ്സിൽ? ഓക്കെ, 3 മിനിറ്റും കൂടി ഉണ്ട് അടുത്ത ചാപ്റ്റർ. നിങ്ങൾ ഒന്നും ഡൗട്ട് ചോദിക്കുന്നില്ല, എന്താന്ന് എനിക്കറിയുന്നില്ല. ഓ ക്രിസ്റ്റി, ഇത് കേട്ടായിട്ട് പഠിച്ചിട്ടുണ്ടാവല്ലേ. ഉള്ള ഡൗട്ടൊക്കെ പോയാ സംഭവം എന്താ? ഇതിപ്പോ നിങ്ങൾക്ക് ഞാൻ 18 മണിക്കൂറല്ലേ ക്ലാസ്സിലെ അറൗണ്ട് 18 മുതൽ 20 മണിക്കൂർ. എക്സാമിന്റെ തലേ ദിവസം 1.5 ദിവസം അല്ലേ, ഫുൾ ഇത് കേട്ടാലും മതി അല്ലെ. വേണമെങ്കിലേ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പഠിച്ചോ, പ്രശ്നമില്ല. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡാറ്റ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡാറ്റ തുടങ്ങാം. ഞാൻ ഇട്ടുതരാടാ, ഗ്രൂപ്പിൽ ഇട്ടെന്നാ പോരെ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാം. അതായത് ഞാൻ പുതിയ അഡീഷണൽ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടുതരാം. നിങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്തോ. ഓക്കെ, സോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ടുതരാം. എന്തായാലും 11 മുതൽ 11:30 വരെ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, അക്കൗണ്ട്സ് ഒന്ന് ചെറിയൊരു നോട്ടം നോക്കട്ടെ. അരമണിക്കൂർ ഇപ്പൊ മാത്സ് നോക്കിയിട്ട് നേരെ ഇൻവെന്ററീസിലോട്ട് ആവറേജ് ഡ്യൂഡേറ്റിലോട്ടാ പോകുന്നത്. സ്റ്റാറ്റി എടുത്തിട്ട് നേരെ അങ്ങോട്ടേക്കാ പോകുന്നത്. അപ്പൊ അതൊന്നും നോക്കട്ടെ കേട്ടോ. അത് നോക്കിയിട്ട് വേണം, മിക്സ് ആവല്ലല്ലേ.
അല്ല 2 ദിവസം കൂടി കഴിയട്ടെ എന്നിട്ട് സീനാവും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡാറ്റ. ഓക്കെ, സോ ചാപ്റ്റർ ഇതും ഏകദേശം ഒരു 3 to 4 മാർക്സ് ഒക്കെ വരാൻ സാധ്യതയാണ്. ഈ ചാപ്റ്ററിൽ പലപ്പോഴും ഇവർ എക്സാമിനില്ലേ ഒരു ക്വസ്റ്റൻ എല്ലാം ഔട്ട് ഓഫ് സിലബസ് ഒക്കെ ചോദിക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പണ്ട് പഠിച്ചതിനൊക്കെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഔട്ട് സൈഡ് ചോദിക്കണം. സോ അത് മൈൻഡ് ചെയ്യണം. നമുക്ക് കിട്ടിയത് മാർക്ക് കൊണ്ട് ഹാപ്പി ആവാം. തിയറി പേപ്പർ ആണിത്. ഓക്കെ സർ, തിയറി ക്വസ്റ്റ്യൻസ് മാത്രമേ ഇവിടെ വരാൻ ചാൻസ് ഉള്ളൂ മോസ്റ്റ്ലി. ഓക്കെ, സോ സ്റ്റാറ്റിസ്റ്റിക്സ് 2 ടൈപ്പ് മീനിങ്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മീനിങ് പ്ലൂറൽ സെൻസിലും പറയും, അതേപോലെ സിംഗുലർ സെൻസിലും പറയും. സോ പ്ലൂറൽ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് ഡാറ്റ, ആൻഡ് സിംഗുലർ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് വാട്ട്, സയന്റിഫിക് മെത്തേഡ്. സോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണ്ട്. പ്ലൂറൽ സെൻസിലെ ഡാറ്റ, സിംഗുലർ സെൻസിൽ സയന്റിഫിക് മെത്തേഡ്. അപ്പോൾ ഇതിന്റെ ഡെറിവേഷൻ എങ്ങനെയാണോ നോക്കാം. സോ ഡെറിവേഷൻ ഞാനിവിടെ പറയേണ്ടത് ലാറ്റിൻ വേർഡ് സ്റ്റാറ്റസ്, ഇറ്റാലിയൻ വേർഡ് സ്റ്റാറ്റിസ്റ്റ ആണ്. സ്റ്റാറ്റിസ്റ്റ ഇതൊന്ന് മാറ്റണേ, സ്റ്റാറ്റിസ്റ്റ. ജർമ്മൻ വേർഡ് സ്റ്റാറ്റിസ്റ്റിക്, ഫ്രഞ്ച് വേർഡ് സ്റ്റാറ്റിസ്റ്റിക്. സോ ഇത് പഠിക്കാനായിട്ട് ഒരു ഈസി ട്രിക്ക് ഞാൻ പറയാം. നിങ്ങൾ എൽ ഫോർ ലക്ഷറി ഓർക്കുക. ഓക്കെ, നല്ല ലക്ഷറി മീൻസ് നല്ല സ്റ്റാറ്റസിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും, നല്ല ലക്ഷറി ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും യൂസ് ചെയ്യാം അല്ലെ. ഇപ്പൊ ലാറ്റിൻ വേർഡ് സ്റ്റാറ്റസ്. ഇറ്റാലിയ പെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, ഇറ്റാലിയ പെൻ. സോ ഇറ്റലിയിലത്തെ എല്ലാ കാര്യങ്ങളും ഇറ്റാലിയ ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും എൻഡ് ചെയ്യുക. ഓക്കെ, സോ സ്റ്റാറ്റിസ്റ്റ. ഓക്കെ, സോ ജർമ്മനിൽ ഇത് നിങ്ങൾ ഓർക്കുക, GK എന്താണ്, GK എന്ന് ഓർക്കുക. സോ GK ലാസ്റ്റ് K ഉണ്ടാവും. ഫ്രഞ്ച് റെവല്യൂഷൻ ഓർക്കുക. ഫ്രഞ്ച് റെവല്യൂഷന്റെ സമയത്ത് എല്ലാവരും ക്യൂ നിന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഓക്കെ, സോ ഫ്രഞ്ച് ക്യൂ. ഓക്കെ, സോ ആപ്ലിക്കേഷൻ ഇത് അധികം ചോദിക്കാൻ ചാൻസ് ഒന്നുമില്ല. എല്ലാ കേസിലും നമ്മുടെ എക്കണോമിക്സ് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും കൊമേഴ്സ് ഇൻഡസ്ട്രീസിലാണെങ്കിലും ഏത് ഈ പറഞ്ഞ അപ്ലൈ ചെയ്യാറുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ലിമിറ്റേഷൻസ് ആണ് പറയുന്നത്. ഇത് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസസ് ഇല്ല. പക്ഷെ ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് പർപ്പസ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ഡീലിംഗ് വിത്ത് അഗ്രിഗേറ്റ് മീൻസ് അല്ലെ, ഒരു ഡാറ്റ മാത്രം തന്നുകൊണ്ട് കാര്യമില്ല, ഒരുപാട് ഡാറ്റസ്. ഇപ്പൊ നിങ്ങളെ ഹൈറ്റ് മാത്രം തന്നിട്ട് കാര്യമില്ല, നിങ്ങളെ ഹൈറ്റ് നിങ്ങൾ അപ്പുറത്തേക്കുന്ന ആളെ ഹൈറ്റും തന്നെങ്കിൽ കമ്പാരിസൺ. സോ അഗ്രിഗേറ്റിലാണ് ഡീൽ ചെയ്യുന്നത്. സോ ഒരു ലിമിറ്റേഷൻ ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് മെയിൻലി ഡീൽ ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. പക്ഷെ ക്വാളിറ്റേറ്റീവ് ഫിഗേഴ്സ് എന്ത് ചെയ്യും, ക്വാളിറ്റേറ്റീവ് ഫിഗേഴ്സ് യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ഡീലിംഗ് വിത്ത് ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്, മെയിൻലി ഡീലിംഗ് വിത്ത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. പിന്നെ ഇവിടെ ബാക്കി 2 എണ്ണം അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്തായാലും ചോദിക്കാൻ പോകുന്നില്ല. നെക്സ്റ്റ് ഇസ് കളക്ഷൻ ഓഫ് ഡാറ്റ. കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് മീൻസ് വേരിയബിൾ, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയും. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിന്റെ വേരിയബിളും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെ ആട്രിബ്യൂട്ട് എന്ന് പറയും. നമ്പർ ഓഫ് പെറ്റൽസ് ഇൻ എ ഫ്ലവർ അല്ലെ, നമ്പർ ഓഫ് മിസ്പ്രിന്റ്സ് ഇൻ എ ബുക്ക്, നമ്പർ ഓഫ് റോഡ് ആക്സിഡന്റ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വേരിയബിൾസിൽ വരാം. ഹൈറ്റ്, വെയിറ്റ്, സെയില്, അതൊക്കെയാണ് വേരിയബിൾസ് വരാം. ആട്രിബ്യൂട്ട് മീൻസ് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പൊ ജെൻഡർ, കളർ, നാഷണാലിറ്റി, അങ്ങനെയുള്ള ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യത്തിനാണ് നമുക്ക് പറയാം ആട്രിബ്യൂട്ട് എന്ന് പറയാം. ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. ഇനി വേരിയബിൾസിൽ തന്നെ 2 ടൈപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ്. സോ വാട്ട് അബൌട്ട് ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ്? അത് തമ്മിലെ ഡിഫറൻസ് നോക്കാം. സോ ഡിസ്ക്രീറ്റ് മീൻസ് ഫൈനൈറ്റ് ഓർ കൗണ്ടബിളി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഐസൊലേറ്റഡ്. അതായത് എടുത്തു പറയാൻ പറ്റുന്ന കുറച്ച് ഫൈനൈറ്റ് വാല്യൂസ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് വാല്യൂസ്. അതായത് ഇപ്പൊ നിങ്ങളോട് പറയണം 1, 2, 3, 4 എടുത്തെടുത്ത് പറയാം. 1ന്റെയും 2ന്റെയും ഇടയിലുള്ള വാല്യൂസ് ഒന്നും വരില്ല. ഫോർ എക്സാമ്പിൾ ഇത് എടുക്കുക, പെറ്റൽസ് ഓഫ് ഫ്ലവർ. ഓക്കെ, 1 വരാം, 2 വരാം, 1.5 1.2 1.3 ഒന്നും വരുന്നില്ല. സോ അങ്ങനെയുള്ള കേസൊക്കെയാണ് ഡിസ്ക്രീറ്റ് വരാം. ഫോർ എക്സാമ്പിൾ മാർക്ക് എടുക്കാം. മാർക്ക് എന്ന് പറയുമ്പോൾ 1 വരാം, 1.5 വരാം, ചിലപ്പോൾ 1.75 വരാം, 1.25 വരാം, 3 വരാം, അല്ലെ 2 വരാം. ഓക്കെ, പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെ പറഞ്ഞ 2 ടേംസ് എടുക്കും. 1ഉം 1.25 എടുക്കാം. അതിന്റെ ഇടയിൽ ഒരു വാല്യൂ വരുമോ? 1.1 വരുമോ? 1.1 വരുമോ? വോയിസ് ബ്രേക്ക് ആയോ? ഇപ്പൊ ക്ലിയർ ആയോ? വോയിസ് ബ്രേക്ക് ഉണ്ട് ഇപ്പോ? സെറ്റ് ആയോ? ക്ലിയർ ആയി? ഓക്കെ. ഫോണ് ചാർജ് തീരാനായി. ഓക്കെ, അപ്പോ ഇവിടെ 1.2 വന്ന് 1.25 വന്നു. അപ്പൊ ഞാൻ 2 ടേംസ് എടുക്കാം. 1ഉം 1.25 പറഞ്ഞിട്ടുണ്ടെങ്കിൽ
എടുത്തെടുത്ത് പറയാൻ പറ്റുന്ന ടേംസ് ആണ് 1, 1.25, 1.5 ഇങ്ങനെ എടുത്തെടുത്ത് എനിക്ക് പറയാൻ പറ്റും. സോ ആ കേസ് ഒക്കെ ഡിസ്ക്രീറ്റ് ആണ്. ഓക്കെ, ഇനി കണ്ടിന്യൂസ് മീൻസ് ആ 1ന്റെയും 1.25 നിങ്ങൾ എടുത്ത് പറയുകയാണെങ്കിലും അതിന്റെ ഇടയിൽ വാല്യൂ വരും, 1.1 വരാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയിൽ നിങ്ങൾ ഒരു വാല്യൂ എടുക്കും 1.15 എടുക്കും, അതും വരാം. ഇതിന്റെ ഇടയിൽ ഒരു വാല്യൂ എടുക്കും 1.152, അതും വരാം. സോ അങ്ങനെ രണ്ട് വാല്യൂസ് അതിൽ അതിന്റെ ഇടയിലും വാല്യൂസ് വന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ സോ അതിന് കണ്ടിന്യൂസ് എന്ന് പറയാം. ഇപ്പൊ ഹൈറ്റ് ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറയാണ് നിങ്ങൾക്ക് ഹൈറ്റ് 164.5 ആണ്, ഒരാൾ പറയും 164.6 ആണ്. സോ ഇതിന്റെ ഇടയിലും വരാലോ അല്ലെ, 156 വരാം, 56ന്റെയും ഇതിന്റെ ഇടയിൽ വരും 567 വരാം, ഇതിന്റെ ഇടയിൽ വരാം 5678 വരാം. സോ അത് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അവിടെ എന്തില്ല, എടുത്തെടുത്ത് പറയേണ്ടതല്ല. സോ അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇവിടെ കുറച്ച് എക്സാമ്പിൾ ആണ് എക്സാമിന് ചോദിക്കാൻ ചാൻസ്. സോ ഡിസ്ക്രീറ്റ് ഇവിടെ എന്താണ്, പെറ്റൽസ് ഓഫ് എ ഫ്ലവർ, നമ്പർ ഓഫ് മിസ്പ്രിന്റ് ഇൻ എ ബുക്ക്, നമ്പർ ഓഫ് റോഡ് ആക്സിഡന്റ്, പിന്നെ ആനുവൽ ഇൻകം എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് പലർക്കും ഡൗട്ട് ഉണ്ടാവാറുണ്ട്. ആനുവൽ ഇൻകം ഏതാണ്? സോ ആനുവൽ ഇൻകം നിങ്ങൾ ടെക്സ്റ്റിൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആണ് മാറ്റിയിട്ടുള്ളത്, പക്ഷെ അത് സ്റ്റിൽ ഡിസ്ക്രീറ്റ് എന്നാണ് എടുക്കുന്നുള്ളത് കേട്ടോ. സോ ആനുവൽ ഇൻകം ചോദിച്ചാൽ ഡിസ്ക്രീറ്റ് ആണ്, ടെക്സ്റ്റ് ഇപ്പൊ മാറ്റിയിട്ടുണ്ട് കണ്ടിന്യൂസ്, പക്ഷെ കണ്ടിന്യൂസ് അല്ലാതെ. Okay, so attribute is gender, nationality, color of a flower. ഇതൊക്കെ നമുക്ക് അറിയാം. Next is classification of data. Classification of data രണ്ടെണ്ണം അല്ലെ, അങ്ങനെ പ്രൈമറി ആയിട്ടും ക്ലാസിഫൈ ചെയ്യാം, അതേപോലെ നമുക്ക് സെക്കൻഡറി ആയിട്ടും ചെയ്യാം. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ പ്രൈമറി ഉണ്ട്, അതേപോലെ സെക്കൻഡറി ഉണ്ട്. പ്രൈമറി ഈസ് കളക്ടഡ് ബൈ ഇൻവെസ്റ്റിഗേറ്റർ അല്ലെ, പ്രൈമറി ഈസ് കളക്ടഡ് ബൈ ഇൻവെസ്റ്റിഗേറ്റർ, സെക്കൻഡറി ഈസ് കളക്ടഡ് ബൈ, അതായത് പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആവശ്യത്തിന് ഞാൻ തന്നെ കളക്ട് ചെയ്യും. ഓക്കെ, യെസ്, ഇൻകം കണ്ടിന്യൂസ് ആണ്, ഇൻകം ഇസ് കണ്ടിന്യൂസ്. പക്ഷെ ആനുവൽ ഇൻകം ഓഫ് എ പേഴ്സൺ എന്ന് പറയുമ്പോൾ ഒരു വർഷത്തെ ഇൻകം ആണ്. ഒരു വർഷത്തെ ഇൻകം ഇപ്പൊ ഈ വർഷം 1 lakh ആണ്, അടുത്ത വർഷം 1,15,000 ആണ്. സോ ഇത് എടുത്തെടുത്ത് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, അങ്ങനെ. സോ ഇൻകം സെയിൽ അതൊക്കെ വരുമ്പോൾ കണ്ടിന്യൂസ് ആണ്, പക്ഷെ ആനുവൽ ഇൻകം ഓഫ് എ പേഴ്സൺ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഡിസ്ക്രീറ്റ്. അങ്ങനെ പിന്നെ ഇത് പ്രൈമറി ആൻഡ് സെക്കൻഡറി എന്ന് ചോദിക്കും. പ്രൈമറി സെക്കൻഡറി എന്ന് പറയുമ്പോൾ പ്രൈമറി മീൻസ് എന്റെ ആവശ്യത്തിന് ഞാൻ തന്നെ കളക്ട് ചെയ്യും. സെക്കൻഡറി മീൻസ് ഞാൻ കളക്ട് ചെയ്ത ഡാറ്റ ഉപയോഗിച്ച് വേറെ ആൾ യൂസ് ചെയ്യും. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പൊ ഞാൻ ഇതൊക്കെ നമ്മൾ ടോം ആൻഡ് ജെറിക്ക് വെച്ചിട്ട് പവർ പോയിന്റ് ഒക്കെ വെച്ച് ചെയ്തായിരുന്നു മെയിൻ ക്ലാസ്സിൽ. ഓക്കെ, ടോം ആൻഡ് ജെറി, ടോം സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ജെറിനെ പിടിച്ച് തിന്നാണ്, അതിനെയാണ് ഫസ്റ്റ് എന്ന് പറയാം. രണ്ടാമത്തത് എന്ന് പറയുമ്പോൾ ടോം പിടിച്ച സാധനത്തിന് ഒരു പക്ഷി എടുത്തുകൊണ്ട് കൊണ്ടുപോകും. ഓക്കെ, സോ അങ്ങനെ ആനിമേഷൻ ഒക്കെ വെച്ച് ചെയ്തായിരുന്നു. സോ അത് നമുക്ക് ഇപ്പോ അതിനുള്ള സമയമില്ല. ഓക്കെ, സോ പല വീഡിയോസ് ഇടയ്ക്കൊക്കെ കയറ്റിയിട്ട് അങ്ങനെ എടുത്തതാണ്. പേടല്ലാത്ത പ്രൊമോഷനാണ്. അങ്ങനെ ടോം ആൻഡ് ജെറിക്കാ, ടോം ആൻഡ് ജെറി നമ്മളെ ഫേവറേറ്റ് ആണ്. ടോം ആൻഡ് ജെറി, ഡോറ ബുജി. ഇപ്പൊ എക്സാം കഴിഞ്ഞിട്ട്. ഓക്കെ, സോ കളക്ഷൻ ഓഫ് പ്രൈമറി ഡാറ്റ. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് മെത്തേഡ്സ് എന്തൊക്കെയാന്ന് നോക്കാം. സോ ഇന്റർവ്യൂ മെത്തേഡ് ഉണ്ട്, മെയിൽഡ് ക്വസ്റ്റനെയർ ഉണ്ട്, ഒബ്സർവേഷൻ മെത്തേഡ് ഉണ്ട്, ക്വസ്റ്റനെയർ ഫീൽഡ് ബൈ എന്യൂമറേറ്റേഴ്സ്. ഓക്കെ, എന്തൊക്കെയാ? ഇന്റർവ്യൂ മെത്തേഡ്, മെയിൽഡ് ക്വസ്റ്റനെയർ, ഒബ്സർവേഷൻ, ക്വസ്റ്റനെയർ ഫീൽഡ് ബൈ എന്യൂമറേറ്റേഴ്സ്. സോ മെയിൽഡ് ക്വസ്റ്റനെയർ എന്ന് പറയുമ്പോൾ നോ റെസ്പോൺസസ് മാക്സിമം. മെയിൽഡ് ക്വസ്റ്റനെയറുമായി ബന്ധപ്പെട്ടിട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഏറ്റവും കൂടുതൽ ഏരിയ കവർ ചെയ്യുന്നതും ഏറ്റവും നോൺ റെസ്പോൺസസ് കൂടുതലുള്ളതും മെയിലാണ്. കാരണം മെയിൽ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും നോക്കാറില്ല, മെയിൽ വരുമ്പോൾ ഒന്നും നോക്കാറില്ല അല്ലെ. അപ്പൊ ഏറ്റവും കൂടുതൽ നോൺ റെസ്പോൺസസ് വരുന്നത്, ഏറ്റവും ഏരിയ കവർ ചെയ്യാൻ പറ്റും പക്ഷെ നോൺ റെസ്പോൺസസ് കൂടുതലാണ്. പിന്നെ ഇന്റർവ്യൂ മെത്തേഡിൽ 3 നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ 3 പോയിന്റ്സ് ആണ് ചോദിക്കാറുള്ളത്. പേഴ്സണൽ ഇന്റർവ്യൂ ആണെങ്കിൽ നാച്ചുറൽ കലാമിറ്റി. യെസ്, അപ്പൊ നാച്ചുറൽ കലാമിറ്റിയുടെ സമയത്തൊക്കെ നമ്മൾ പേഴ്സണൽ ഇന്റർവ്യൂ ആണ് ചെയ്യുന്നത്. ഓക്കെ, ഡയറക്റ്റ്. ഇൻഡയറക്റ്റ് ഇന്റർവ്യൂ ഇസ് ഡ്യൂറിംഗ് റെയിൽ ആക്സിഡന്റ്. അപ്പൊ റെയിൽ ആക്സിഡന്റ് സമയത്ത് ഇപ്പൊ കാസർഗോഡ് വെച്ചിട്ട് ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ, റെയിൽ ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാരല്ല, അത് മീറ്റ് ചെയ്ത ആൾക്കാരുടെ അടുത്തല്ല നമ്മൾ ചോദിക്കുന്നത്, അത് അനുഭവിച്ച ആളടുത്തല്ല ചോദിക്കുന്നത്, അത് കണ്ട ആൾക്കാരോടൊക്കെ ചോദിക്കും. സോ ഇൻഡയറക്ട്ലി ആണ് ചോദിക്കുന്നത്. നാച്ചുറൽ കലാമിറ്റി ആണെങ്കിൽ ഇത് അഫക്ട് ചെയ്ത ആ നാട്ടിൽ പോയിട്ട് നമ്മൾ ചോദിക്കും അല്ലെ. ഇപ്പൊ ഒരു സ്ഥലത്ത് ഫ്ലഡ് വന്നാൽ അവിടെ പോയിട്ട് കവറേജ് എടുക്കും. ഓക്കെ, സോ അത് നിങ്ങൾ നോക്കിയാൽ മതി. പേഴ്സണൽ ഇന്റർവ്യൂ ആണെങ്കിൽ നാച്ചുറൽ കലാമിറ്റി ആൻഡ് ഇൻഡയറക്ട് റെയിൽ ആക്സിഡന്റ്. സോ ടെലിഫോണിക്കുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ക്വിക്കസ്റ്റ് മെത്തേഡ് ഏതാണ്? ഓക്കെ, സോ എമംഗ് ഇന്റർവ്യൂ മെത്തേഡ്, നോൺ റെസ്പോൺസ്, മോർ ഇൻ ഫോൺ അല്ലെ. ഇന്റർവ്യൂ മെത്തേഡ് ഇത് 3 നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നോൺ റെസ്പോൺസ് വരാൻ സാധ്യത ടെലിഫോണാണ്. പിന്നെ സെക്കൻഡറി സോഴ്സിന്റെ എക്സാമ്പിൾ ഇന്റർനാഷണൽ സോഴ്സസ്, ഗവൺമെന്റ് സോഴ്സസ്, പ്രൈവറ്റ് സോഴ്സസ്, അൺപബ്ലിഷ് സോഴ്സസ്, അങ്ങനെ കുറെ സോഴ്സസ് ഉണ്ട്. ഓക്കെ.
സ്ക്രൂട്ടിനി. സ്ക്രൂട്ടിനി നമ്മളെ പിള്ളേരൊന്നും മറക്കില്ല അല്ലടാ. സ്ക്രൂട്ടിനി മീൻസ് ടു ചെക്ക് അക്യൂറസി ആൻഡ് കൺസിസ്റ്റൻസി അല്ലെ. നമ്മള് ഫീസ് തരാത്ത ആൾക്കാരെ പറ്റിയിട്ട് നല്ലോണം അധിക്ഷേപിച്ച് പറഞ്ഞ കാര്യമായിരുന്നു സ്ക്രൂട്ടിനി. നല്ലോണം ചെക്ക് ചെയ്യും. സത്യം പറയാം, ഇപ്പൊ തന്നെ ഞാൻ ചെക്ക് ചെയ്യും. ഇവിടെ ഗ്രൂപ്പ് ഇപ്പൊ തന്നെ പാർട്ടിസിപ്പൻസ് പണ്ടത്തെ ലിങ്ക് വെച്ചിട്ട് കയറിയ പിള്ളേരുണ്ട്. അപ്പൊ സ്ക്രൂട്ടിനി ഞാൻ നല്ലോണം സ്ക്രൂട്ടിനി ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണൊക്കെ മനസ്സിലാവുന്നത് ഞാൻ പിന്നെ മെസ്സേജ് ചെയ്യട്ടാ. ഓക്കെ, ശരി. അപ്പൊ സ്ക്രൂട്ടിനി മീൻസ് വാട്ട്? ടു ചെക്ക് അക്യൂറസി ആൻഡ് കൺസിസ്റ്റൻസി മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അക്യൂറസി ആൻഡ് കൺസിസ്റ്റൻസി മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് കള്ളന്മാരൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചെക്കിങ്ങിനെയാണ് സ്ക്രൂട്ടിനി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ. പ്രസന്റേഷൻ ഓഫ് ഡാറ്റ ടെക്സ്റ്റുവൽ, ടാബുലർ, ഡയഗ്രാമാറ്റിക്, ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാം അല്ലെ. നമുക്ക് ഇങ്ങനെ പാരഗ്രാഫ് ആയിട്ട് എഴുതാൻ പറ്റും, ടേബിൾ ആയിട്ട് ഇങ്ങനെ ഓരോ ആൾക്കാരെ പേര് ചെയ്തിട്ട് എത്ര ഫീസ് കളക്ട് ചെയ്തു, എത്ര ബാലൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എഴുതാം അല്ലെ. ഡയഗ്രാമാറ്റിക് ആണെങ്കിൽ ഇപ്പൊ ഇന്നലെ എനിക്ക് എത്ര ഫീസ് കിട്ടി, ഇന്ന് എത്ര കിട്ടാൻ പോകുന്നു, സോ അങ്ങനെയുള്ള ഒരു ഡയഗ്രാം ഒക്കെ വരച്ചിട്ട് പിക്ചർ ഒക്കെ വരച്ചിട്ട് ചെയ്യുന്നതാണ് ഡയഗ്രാമാറ്റിക്. സോ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏതാണ്? ടാബുലർ മെത്തേഡ്. കറക്റ്റ് ഫിഗർ കിട്ടും. നിങ്ങളെ പേര് ചെയ്ത എമൗണ്ട് ചെയ്ത ബാലൻസ് ചെയ്ത് അപ്പൊ കറക്റ്റ് ഫിഗർ കിട്ടും. ഡയഗ്രാം വരയ്ക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ കറക്റ്റ് സ്കെയിലിംഗ് പെൻസിലൊക്കെ വരച്ചില്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ടാവും, സ്റ്റക്ക് ഉണ്ടടാ. ഓക്കെ, ഒരു മിനിറ്റ്. ബ്രേക്ക് ഇപ്പോഴോ ഓക്കെയോ? യെസ്. അപ്പൊ ടാബുലർ മെത്തേഡില് ബെസ്റ്റ് ആൻഡ് അക്യൂറേറ്റ് മെത്തേഡ് ആണ് ഇത് ടാബുലർ മെത്തേഡ്. ഡയഗ്രാമാറ്റിക് മീൻസ് ഡയഗ്രാമസ് പിന്നെ പിക്ചർ ചാർട്ട് ഒക്കെ യൂസ് ചെയ്യും. ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ആണ് ഡയഗ്രാമാറ്റിക് മെത്തേഡ്. ഷോ ഹിഡൻ ട്രെൻഡ്. ഇപ്പൊ ഡയഗ്രാം നോക്കുമ്പോൾ നമുക്ക് ഇപ്പൊ ഇങ്ങനെ വരക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഹൈക്ക് വന്നിട്ട് ഇങ്ങനെ വന്നു. അപ്പൊ ഇവിടെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് നമുക്ക് മനസ്സിലാവും അല്ലെ. പെട്ടെന്ന് എന്തോ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും. സോ ഹിഡൻ ആയിട്ടുള്ള ട്രെൻഡ് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ടേബിളുമായി ബന്ധപ്പെട്ടിട്ട് ടേബിൾ ഹാസ് 5 പാർട്സ്: ബോക്സ് ഹെഡ്, ക്യാപ്ഷൻ, സ്ട്രക്ചർ, ബോഡി, ഫുട് നോട്ട്. അങ്ങനെയുള്ള 5 പാർട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അതില് എൻറ്റയർ അപ്പർ പാർട്ട് ഓഫ് എ ടേബിൾ is known as entire upper part of the table എന്നാണ് യൂണിറ്റ്സ് ആർ ഷോൺ ഹിയർ. ഈ ഒരു ടേബിളിന്റെ ഏറ്റവും മുകളിലുള്ള പാർട്ടിനെയാണ് നമ്മൾ എന്താ പറയുക ബോക്സ് ഹെഡ് എന്ന് പറയാം. അവിടെ തന്നെയാണ് യൂണിറ്റ്സ് കാണിക്കുക. ഓക്കെ, എന്നിട്ട് ഈ ഓരോ കോളത്തിനെയും റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പർ പാർട്ടിൽ വരുന്ന ഈ ഒരു ഹെഡ് പാർട്ടിനെയാണ് ക്യാപ്ഷൻ എന്ന് പറയുക. അപ്പർ പാർട്ട് ഡിസ്ക്രൈബിംഗ് കോളം ആൻഡ് ലെഫ്റ്റ് പാർട്ട് ഓഫ് ദ ടേബിൾ വിച്ച് ഇസ് ഡിസ്ക്രൈബിംഗ് ദ റോസ്. ഈ റോനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് സ്റ്റബ് എന്ന് പറയുന്നത്. സോ ഇത് തെറ്റിക്കല. ലെഫ്റ്റ് പാർട്ട് ഡിസ്ക്രൈബിംഗ് റോ. ഓക്കെ, ദിസ് ഈസ് ബോഡി മെയിൻ പാർട്ട് ആൻഡ് താഴെ സോഴ്സ് അല്ലെങ്കിൽ സോഴ്സ് ഒക്കെ നമ്മൾ എഴുതുന്നത് ഫുട് നോട്ടിലാണ്. ഓക്കെ, നെക്സ്റ്റ് ലൈൻ ഡയഗ്രാംസ്. ലൈൻ ഡയഗ്രാം നിങ്ങൾക്ക് അറിയാം. സോ ലൈൻ ഇങ്ങനെ വരയ്ക്കാം അല്ലെ. എക്സ് ആക്സിസ് വൈ ആക്സിസ് ഒക്കെ വരച്ചിട്ട് നമ്മൾ ലൈൻ ചെയ്യുന്നത്. അപ്പൊ അതിൽ എക്സ് ആക്സിസും വൈ ആക്സിസും നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് ലോഗരിതം വെച്ചാണ്. അതിനെ പറയുന്ന പേരാണ് റേഷ്യോ ചാർട്ട്. ഓക്കെ, റേഷ്യോ ചാർട്ട്. നെക്സ്റ്റ് മൾട്ടിപ്പിൾ ലൈൻ ചാർട്ട്, മൾട്ടിപ്പിൾ ആക്സിസ് ചാർട്ട്. സോ ഇത് ഞാൻ കോമഡി ആയിട്ട് നമ്മൾ പറയാറുണ്ട്. സെയിം യൂണിറ്റ്സ്, അതായത് രണ്ടിൽ കൂടുതൽ ആൾക്കാർ ഒരേ പെൺകുട്ടിനെ തന്നെ നോക്കാൻ പോവാണ്. 2-3 ബോയ്സ് ഒരേ പെൺകുട്ടിനെ തന്നെ നോക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ലൈൻ. ഓക്കെ, ഒന്നിൽ കൂടുതലാണെങ്കിൽ മൾട്ടിപ്പിൾ ആക്സിസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യണ്ട. അല്ലെങ്കിൽ ആക്സിസ് ബാങ്കിന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നത് സെയിമും ഡിഫറെന്റും മാത്രം. ഇപ്പൊ ലൈൻ ഡയഗ്രാം ഇങ്ങനെ വരക്കൂലേ, ലൈൻ ഡയഗ്രാം വരക്കും. അപ്പൊ ഇവിടെ ഞാൻ ഇത് മെൻഷൻ ചെയ്യുന്നത് രണ്ടും കെജിയിലാണ്. ഇത് വീറ്റ് ആണ്, ഇത് റൈസ് ആണ്, കെജിയിലാണ്. സോ ആ കേസ് നമ്മൾ മൾട്ടിപ്പിൾ ലൈൻ ചാർട്ട് പറയും. ആൻഡ് നേരെ മറിച്ച് ഒരെണ്ണം കെജിയിലാണ്, ഒരെണ്ണം ലീറ്ററിലാണ്, ഒരെണ്ണം കെജിയിലാണ്. സോ വേറെ ഡിഫറെന്റ് യൂണിറ്റ്സ് ആണ് നമുക്ക് ആക്സിസ് ചാർട്ട്. ഓക്കെ, നെക്സ്റ്റ് അബൌട്ട് ബാർ ഡയഗ്രാം. ബാർ ഡയഗ്രാം എന്ന് പറയുമ്പോൾ റെക്ടാംഗിൾസ് വിത്ത് ഈക്വൽ വിഡ്ത്ത് ബട്ട് ഡിഫറെന്റ് ലെങ്ത്. ശ്രദ്ധിക്കണേ, ബാർ ഡയഗ്രാമിൽ ഈക്വൽ വിഡ്ത്ത് ആയിരിക്കും ഉണ്ടാവും. സോ ഇങ്ങനെ നമ്മൾ വരക്കുന്ന സമയത്ത് കറക്റ്റ് ഈക്വൽ വിഡ്ത്ത് എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും വരക്കാം. ഓക്കെ, സോ ഡിഫറെന്റ് എന്നുണ്ടാവും. അങ്ങനെ സോറി നമ്മൾ നേരെ മാറ്റി പിടിക്കാം കേട്ടോ. സോറി, അതിന് മുതൽ ഇത് മാറ്റി പിടിക്കാം. മൾട്ടിപ്പിൾ ലൈൻ ചാർട്ട് എന്ന് പറയുമ്പോൾ ഒരു ബോയിനെ 2-3 ഗേൾസ് ബാക്കിലൂടെ നോക്കുന്നത്, അങ്ങനെ പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ മോനെ, യെസ്, യു ആർ മോസ്റ്റ് വെൽക്കം. എന്താ പറയാ, നീ കുറച്ച് കണ്ണാടിയൊക്കെ ഇട്ട് ഫുള്ള് സെറ്റ് ആയിട്ട് സെറ്റ് ആക്കാം. ഓക്കെ, അത് നമ്മളൊക്കെ അങ്ങനെയല്ല. നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഒറ്റ ഗേളിനെ നോക്കാൻ പോവാണ്. നിങ്ങളെ
പറയാൻ പറ്റില്ല, കുറച്ച് കഴിയുമ്പോ എന്നെ നോക്കാൻ ഇങ്ങനെ കുറെ ആൾക്കാരൊക്കെ വരും. ശരിയാ അല്ല മനസ്സിലെ. നെക്സ്റ്റ് ബാർ ഡയഗ്രാം. ബാർ ഡയഗ്രാം റെക്ടാംഗിൾസ് വിത്ത് ഈക്വൽ വിഡ്ത് ബട്ട് ഡിഫറെന്റ് ലെങ്ത്. അത് നിങ്ങൾക്ക് അറിയാം. സോ ബാർ ഡയഗ്രാംസ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഹൊറിസോണ്ടൽ ബാർ ഡയഗ്രാം, വെർട്ടിക്കൽ ബാർ ഡയഗ്രാം, രണ്ട് ടൈപ്പ്. ഹൊറിസോണ്ടൽ ബാർ ഡയഗ്രാം നമ്മൾ യൂസ് ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവ് ഡാറ്റ ആൻഡ് ഇല്ല നാണം കെടുത്തൂടാ, പിന്നെ ഞാൻ പറയില്ല, എന്റെ പേര് ഞാൻ മെൻഷൻ ചെയ്യില്ല. ഓക്കെ, ഹൊറിസോണ്ടൽ ബാർ ഡയഗ്രാം ഇല്ല, ഞാൻ പറഞ്ഞു കൊടുക്കില്ല വാസിലെ, എന്റെ പേര് ഞാൻ പറഞ്ഞു കൊടുക്കില്ല. ഓക്കെ ശരി. അപ്പൊ ഹൊറിസോണ്ടൽ ബാർ ഡയഗ്രാം അല്ല ശിവപ്രിയ അനുഭവം ഉണ്ടല്ലേ. ശിവപ്രിയൊക്കെ പണ്ട് ടൂമി മാത്രം മെസ്സേജ് അയച്ചുകൊണ്ടുള്ള ആളാണ്. അപ്പൊ ഞാൻ ടൂമി അയക്കുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ പിന്നെ ഇപ്പൊ നിർത്തി, ഇപ്പൊ ഫുൾ എവരി വൺ ആണ്. വേണ്ട മാറ്റണ്ട, പ്രശ്നമില്ല. നെക്സ്റ്റ് ഹൊറിസോണ്ടൽ ബാർ ഡയഗ്രാം. ഹൊറിസോണ്ടൽ ബാർ ഡയഗ്രാം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് ഷോർട്ട് കട്ട് ആയിട്ട് ഓർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നിങ്ങളെ മുകളിൽ നോക്കാം, ട്യൂബിലെ ട്യൂബിന്റെ ക്വാളിറ്റിനെ ആലോചിച്ചു. എന്താണ് ട്യൂബിന്റെ ക്വാളിറ്റി. ട്യൂബ് ഹൊറിസോണ്ടൽ, ട്യൂബ് എങ്ങനെയുള്ള ഹൊറിസോണ്ടൽ ഷേപ്പിലാണ്. ഓക്കെ, സോ ട്യൂബിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. സോ ട്യൂബ് ഈസ് ഓൺ ദ സ്പേസ് അല്ലെ, സ്പേസിലല്ലേ മുകളിൽ. ഓക്കെ, ആൻഡ് അറ്റ് ദ സെയിം ടൈം അതിന്റെ ക്വാളിറ്റിനെ പറ്റിയിട്ട് പറയാം. സോ സ്പേഷ്യൽ സീരീസ് ഡാറ്റയും അതേപോലെ സ്പേഷ്യൽ സീരീസ് ഡാറ്റയും ക്വാളിറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഹൊറിസോണ്ടലിൽ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ ട്യൂബ് ലൈറ്റിന് ഓർത്താൽ മതി. ട്യൂബ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ക്വാളിറ്റേറ്റീവ് ആൻഡ് സ്പേസ്. വെർട്ടിക്കൽ ഡയഗ്രാം ബാക്കി രണ്ട് ഏതൊക്കെ? വെർട്ടിക്കൽ ഡയഗ്രാം എന്താണ്? ഡാറ്റ ലൈങ് ഓവർ ടൈം സീരീസ് ഡാറ്റ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ബാക്കി രണ്ട് ഓപ്പോസിറ്റ്. ഇവിടെ ക്വാളിറ്റേറ്റീവ് ആണ്, ഇപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ഇവിടെ സ്പേസുമായി ബന്ധപ്പെട്ടിട്ടാണ്, ഇവിടെ ടൈം ആണ്. സോ സ്പേഷ്യൽ സീരീസ് ഡാറ്റ മീൻസ് ഇപ്പൊ ഇവിടെ ക്ലാസ്സിൽ തന്നെ കുറച്ച് പേര് തൃശ്ശൂർന്നുണ്ട്, കുറച്ച് പേര് കണ്ണൂർന്നുണ്ട്, കോഴിക്കോടുന്നുണ്ട്, അങ്ങനെ പറയുന്നത് സ്പേസ് ഓരോ പ്ലേസിൽ നിന്ന് പറയണം. അങ്ങനെയുള്ളതിനാണ് ജോഗ്രഫിക്കൽ ഡാറ്റ ഓർ സ്പേഷ്യൽ സീരീസ് ഡാറ്റ. ടൈം എന്ന് പറയുമ്പോൾ നിങ്ങൾ ജനിച്ച ഇയർ ആണ് നോക്കാം. 97 ജനിച്ചവരുണ്ട്, 98 ജനിച്ചവരുണ്ട്, 98 ജനിച്ചിട്ട് 2021 ജനിച്ച ആൾക്കാരെ പോലെ കളിക്കുന്നവരുണ്ട്. മനസ്സിലായി? 2001 ജനിച്ചിട്ട് 2005 കളിക്കുന്ന പോലെ ആൾക്കാരുണ്ട്. അതൊക്കെ പറഞ്ഞല്ലോ, നിങ്ങളെ ഇയർ ആണ്, ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഉദ്ദേശിക്കുന്നത്. ക്രിസ്ത്യൻ നിന്നെ അല്ല ഉദ്ദേശിച്ചത്, പഠിക്കണ്ട. 2000 ജനിച്ചിട്ട് 2005 പിള്ളേരെ പോലെ കളിക്കുന്ന പിള്ളേര്. ഓക്കെ, സോ ഇവിടെ ഉദ്ദേശിച്ചത് ജസ്റ്റ് മനസ്സിലാക്കിയത് ഓരോ ആൾക്കാരെ ഇയർ 97, 98, 99 അങ്ങനെ ഇയർ വൈസ് ആയിട്ട് പറയാം. ഓക്കെ, സോ അതാണ് ടൈം സീരീസ് ഡാറ്റ. സോ അങ്ങനെയുള്ള ഡാറ്റ വെർട്ടിക്കൽ ഡാറ്റ. പിന്നെ ഇവിടെ മൾട്ടിപ്പിൾ ഓർ ഗ്രൂപ്പ്ഡ് ബാർ ചാർട്ട് ഈസ് യൂസ്ഡ് ഫോർ. സോ ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള രണ്ട് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മൾട്ടിപ്പിൾ ഓർ ഗ്രൂപ്പ്ഡ് ബാർ ചാർട്ട് ഈസ് യൂസ്ഡ് ഫോർ കമ്പയറിംഗ് ടു ഓർ മോർ റിലേറ്റഡ് സീരീസ്. സോ നമ്മൾ ബാർ ചാർട്ട് പറഞ്ഞില്ലേ, ബാർ ചാർട്ട് ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് മൾട്ടിപ്പിൾ ബാർ ചാർട്ട് വേറെ മൾട്ടിപ്പിൾ ബാർ ചാർട്ട് ഇവിടെ ഒന്ന് വരയ്ക്കുന്നുണ്ട്, മുകളിൽ വരയ്ക്കുന്നത്, താഴെ വരയ്ക്കും, അല്ലെങ്കിൽ ഇങ്ങനെ അടുപ്പിച്ച് വരയ്ക്കും. സോ ഈ ടൈപ്പ് ഡാറ്റാസ് നമ്മൾ എന്ത് ചെയ്യും, രണ്ടോ മൂന്നോ റിലേറ്റഡ് സീരീസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. സോ ഇവിടെ റിമെമ്പർ ചെയ്യേണ്ടത് ഓർ ആണ് അല്ലെ, മൾട്ടിപ്പിൾ ഓർ ഗ്രൂപ്പ്ഡ് ബാർ ചാർട്ട് എന്നുള്ള രീതിയിലാണ്. ആൻഡ് ഇവിടെ ചാർട്ടിനെ പറ്റി പറയുമ്പോഴാണ് ഓർ എന്ന്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചാർട്ട്. ഇനി വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഇങ്ങനെയുള്ള ഡിവൈഡഡ് ബാർ ചാർട്ട് ഓർ പേഴ്സണൽ ഡയമണ്ട് ഇസ് യൂസ്ഡ് ഫോർ, ഇതാണോ ഓപ്ഷനൽ, ഫോർ കമ്പയറിംഗ് ടു ഓർ മോർ സീരീസ്, ഫൈൻഡിങ് റിലേഷൻ ബിറ്റ്വീൻ കമ്പോണൻസ്, ഓർ ആൻഡ്. ഇവിടെയാണ് ആൻഡ് വരുന്നത്. ഓക്കെ, അപ്പൊ പ്രോപ്പർട്ടീസിന്റെ കേസ് ആണ് ചോദിക്കുന്നത്. നമ്മളെ ചോദ്യം എന്താണെന്ന് നോക്കാം. പ്രോപ്പർട്ടീസ് ആണെങ്കിൽ ആൻഡും, ഓക്കെ, ഐറ്റംസ് ആണെങ്കിൽ ഓറും ആണ് വരുന്നത്. ഓക്കെ, ഇതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷെ നമ്മൾ പ്രോപ്പർട്ടീസ് രണ്ടും ഉണ്ടെന്നുള്ളത്. പൈ ഡയഗ്രാം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കമ്പയറിംഗ് ഡിഫറെന്റ് കമ്പോണൻസ് ആൻഡ് ദർ റിലേഷൻ ടു ദ ടോട്ടൽ അല്ലെ. വേറെ കമ്പോണൻസ് നമുക്ക് കമ്പയർ ചെയ്യാം, എന്നിട്ട് അതിന്റെ ടോട്ടൽ റിലേഷൻഷിപ്പ് ആണ്. പൈ ഡയഗ്രാം അറിയില്ല, ഇങ്ങനെ പൈ ഡയഗ്രാം വരച്ചിട്ട് ചെയ്യുമ്പോൾ ടോട്ടൽ ഡിഗ്രി എത്ര ഉണ്ടാവുക, 360 ഡിഗ്രി ഉണ്ടാവുക, അതറിയാലോ അല്ലെ. യെസ്, ഇപ്പൊ ടോട്ടൽ ഇങ്ങനെ ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 3 ആൾക്കാര് 12, 15 അതേപോലെ 3 എന്നുള്ള രീതിയിൽ മാർക്ക് കിട്ടിയ ആൾക്കാർ. സോ ഇവരെ നമ്മൾ പൈ ഡയഗ്രാമിൽ എത്രയാണ് ആംഗിൾ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടപ്പോൾ ടോട്ടൽ എത്രയല്ലേ, 12, ടോട്ടൽ 30 ആണ് അല്ലെ. 12 ഔട്ട് ഓഫ് 30 ആണ് വരുന്നത്. ടോട്ടൽ ഡിഗ്രി എത്രയാണ്, 360 ഡിഗ്രി. സോ 12 ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ, 12 ഇൻറ്റു 12 36 അല്ലെ, 12 ഇൻറ്റു 12 144 ഡിഗ്രി കിട്ടും. സോ 144 ഡിഗ്രിയിൽ ഒരു 144 ഡിഗ്രിയിൽ ഒരു ലൈൻ വരും, ഇങ്ങനെ വരക്കാം അല്ലെ. അതേപോലെ അടുത്തത് വരും കറക്റ്റ്
3/30 ഇൻറ്റു 360 എന്ന് പറയുമ്പോൾ 36 ഡിഗ്രി. വരച്ചത് 36 അല്ല, 36 ഡിഗ്രി. 36 ഡിഗ്രി കൊണ്ടുവരും. അടുത്തത് 15/30 ഇൻറ്റു 360 എന്ന് പറയുമ്പോൾ 180 ഡിഗ്രി. അതും വരച്ചു. അപ്പൊ ഡിഗ്രി എങ്ങനെയാണെന്ന് അറിയാലോ അല്ലെ? ഇതുമായി ബന്ധപ്പെട്ടിട്ട് ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റൻ ഉണ്ട്. ഓക്കെ, അതൊന്ന് നോക്കണേ. പൈ ഡയഗ്രാം ആയി. ഓക്കെ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അല്ല, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് അറിയാം. അതായത് എക്സ് ഇട്ടിട്ട് പിന്നെ എഫ് ഇടുന്നല്ലേ, എക്സ് ഇട്ടിട്ട് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിനെയാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. നമ്പർ ഓഫ് ടൈംസ് എ ക്ലാസ് ഓഫ് ദിസ്, ഒരു ക്ലാസ് ഇപ്പൊ 5 അല്ലെങ്കിൽ 5 to 10, ഇത് എത്ര പ്രാവശ്യം വരുന്നുണ്ട്, അതിനെയാണ് ഫ്രീക്വൻസി അറിയാം അല്ലെ? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരക്കാണെങ്കിൽ ഇതിൽ തന്നെ ശ്രദ്ധിക്കുക, ഇഫ് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഇറ്റ് ഈസ് നോൺ ആസ് ഡിസ്ക്രീറ്റ് ഓർ അൺഗ്രൂപ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസ് വേരിയബിൾ ആണെങ്കിൽ ഗ്രൂപ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. സോ പേര് നോക്കണം കേട്ടോ. സോ ഡിസ്ക്രീറ്റ് വേരിയബിൾ ആണെങ്കിൽ നമ്മൾ ഡിസ്ക്രീറ്റ് ആണെങ്കിൽ അൺഗ്രൂപ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഉണ്ടാവുക. ഓക്കെ, കണ്ടിന്യൂസ് ആണെങ്കിൽ ഗ്രൂപ്ഡ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതാണ് 4 to 9, 10 to 15 ഒക്കെ വരുമ്പോൾ ഇത് ഇൻക്ലൂസീവ് സീരീസ് ആണ് അല്ലെ? ഇൻക്ലൂസീവ് സീരീസ് ആണ്. ഇവിടെ 4ഉം 9ഉം എന്താണ്? ക്ലാസ് ലിമിറ്റ് ആണ്. ആൻഡ് ഇതിനെ നമ്മൾ മാറ്റിയിട്ട് 3.5ഉം 9.5 ആക്കുമ്പോൾ ഇതാണ് ക്ലാസ് ബൗണ്ടറീസ് വരാം. ഓക്കെ, ഈ ക്ലാസ് ബൗണ്ടറീസ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്താ പറയുക, ക്ലാസ് ലെങ്ത് എന്ന് പറയണേ. സോ അത് ശ്രദ്ധിക്കണേ, ക്ലാസ് ബൗണ്ടറീസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇതാണ് 9.5ഉം 3.5ഉം തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ക്ലാസ് ബൗണ്ടറി. സോ LCB UCB നിങ്ങൾക്ക് അറിയാം അല്ലെ? LCB മീൻസ് ലോവർ ലിമിറ്റ്, LCL. ഈ ലോവർ ക്ലാസ് ലിമിറ്റിന്റെ താഴെ വരുന്ന സാധനമാണ് ലോവർ ക്ലാസ് ബൗണ്ടറി. ഓക്കെ, അപ്പർ ക്ലാസ് ലിമിറ്റിന്റെ മുകളിൽ വരുന്ന സാധനമാണ് അപ്പർ ക്ലാസ് ബൗണ്ടറി. അപ്പർ ക്ലാസ് ലിമിറ്റിന്റെ മുകളിൽ വരുന്ന സാധനമാണ് അപ്പർ ക്ലാസ് ബൗണ്ടറി, അറിയാം. പിന്നെ ഡിസ്ക്രീറ്റ് വേരിയബിൾ ആണെങ്കിൽ ഇൻക്ലൂസീവ്, കണ്ടിന്യൂസ് ആണെങ്കിൽ എക്സ്ക്ലൂസീവ് ആണ് യൂഷ്വലി എടുക്കാറുള്ളത്. യെസ്, അപ്പൊ കണ്ടിന്യൂസുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇൻക്ലൂസീവ് ആണ് തന്നിട്ടുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ്ക്ലൂസീവിലോട്ട് മാറ്റണം. മനസ്സിലായി? ഇപ്പൊ കണ്ടിന്യൂസ് ഡാറ്റ 4 to 9, 10 to 15 ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെന്തിലോട്ട് മാറ്റണം? എക്സ്ക്ലൂസീവിലോട്ട് മാറ്റണം. ഓക്കെ, നെക്സ്റ്റ് മിഡ് പോയിന്റ്, മിഡ് വാല്യൂ, മിഡ് ക്ലാസ് മാർക്ക്. ഇത് 3 പേരാണ്. 4 to 9 ഉണ്ട്. ഈ 4 to 9ന്റെ മിഡിൽ വാല്യൂ ഏതാന്ന് നോക്കാം. 4 + 9/2 16.5 അല്ലെ? ഈ 6.5നെയാണ് മിഡ് വാല്യൂ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ്. സോ ഫ്രീക്വൻസി ഡെൻസിറ്റിയും റിലേറ്റീവ് ഫ്രീക്വൻസി ശ്രദ്ധിക്കണേ. ഫ്രീക്വൻസി ഡെൻസിറ്റി മീൻസ് ഒരു ക്ലാസ് ഇന്റർവെലിന്റെ ഫ്രീക്വൻസി. ഫോർ എക്സാമ്പിൾ 5 to 10, 10 to 15, 15 to 20 ഇങ്ങനെ ഉണ്ട്. F is equal to 2, 3, 4 ഇങ്ങനെ തരുന്നുണ്ട്. സോ ratio of frequency of a class interval to corresponding class length. So 2 divided by 5, 2 divided by 5, 3 divided by 5, 4 divided by 5. ഇതിനെയാണ് ഫ്രീക്വൻസി ഡെൻസിറ്റി എന്ന് പറയാം. ഓക്കെ, റിലേറ്റീവ് ഫ്രീക്വൻസി മീൻസ് ഇത് ടോട്ടൽ എത്രയുണ്ട്? 9. 2 divided by 9, 3 divided by 9, 4 divided by 9. ഇതിനെയാണ് റിലേറ്റീവ് ഡെൻസിറ്റി, റിലേറ്റീവ് ഫ്രീക്വൻസി പറയാം. സോ ക്ലാസ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ക്ലാസ് ലെങ്ത് ആണെങ്കിൽ ഫ്രീക്വൻസി ഡെൻസിറ്റിയും, ടോട്ടൽ ഫ്രീക്വൻസി ആണെങ്കിൽ റിലേറ്റീവ് ഫ്രീക്വൻസി ആണ്. ഓക്കെ, സോ ലാസ്റ്റ്ലി നമ്മൾ ലാസ്റ്റ് പോയിന്റിലേക്ക് എത്താൻ പോവാണ്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. സോ വാട്ട് അബൌട്ട് ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ? സോ ഹിസ്റ്റോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്, ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്ന സമയത്ത് എങ്ങനെയാ ഉണ്ടാവുക? ഇങ്ങനെയൊക്കെ വാല്യൂസ് ഉണ്ടാവും. സോ ഇവിടെ സെയിം വിഡ്ത്ത് തന്നെ ഉണ്ടാവണം നിർബന്ധമില്ല. മനസ്സിലായോ? സെയിം വിഡ്ത്ത് തന്നെ ഉണ്ടാവും. ബാർ ചാർട്ടിലാണെങ്കിൽ സെയിം വിഡ്ത്ത് ഉണ്ടാവും. പക്ഷെ ഹിസ്റ്റോഗ്രാമിൽ എന്തുണ്ടാവില്ല? ഈക്വൽ വിഡ്ത്ത് ആവണമെന്ന് നിർബന്ധമില്ല. അവിടെ എന്ത് വരാം? അൺഈക്വൽ വിഡ്ത്ത് വരാം. അത് പോയിന്റ് നോട്ട് ചെയ്യാം, ചോദിക്കാൻ ചാൻസ് ഉള്ളവരാണ്. സോ ഈക്വൽ ഓർ അൺഈക്വൽ വിഡ്ത്ത് ഉണ്ടാവാം ഹിസ്റ്റോഗ്രാമില്. ഏരിയ ഡയഗ്രാം മോഡ് എവിടുന്നാണ് കണ്ടുപിടിക്കുന്നത്? ഹിസ്റ്റോഗ്രാം വെച്ചിട്ട് നമുക്ക് മോഡ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ ഇങ്ങനെ ഹിസ്റ്റോഗ്രാം ഉണ്ടെങ്കിൽ ഇതില് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, സോ ഈ പോയിന്റ് ഉണ്ടല്ലോ, ഏറ്റവും ഹയസ്റ്റ് ഹൈറ്റ് ഉള്ള പോയിന്റ് ഇങ്ങനെ ലൈൻ വരുന്നത് ഈ ഒരു പോയിന്റിലോട്ട്. ഇവിടുന്ന് കറക്റ്റ് ഈ പോയിന്റിലോട്ട് ഒരു ലൈന്, ഈ കോർണർ ഇങ്ങനെ ഒരു ലൈന്, ഈ മിഡിൽ പോയിന്റിലല്ലോ, അത് എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് ആ പോയിന്റാണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, മോഡ് ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം ഹിസ്റ്റോഗ്രാം.
പിന്നെ കമ്പാരിസൺ among ക്ലാസ് ഫ്രീക്വൻസീസ് പോസിബിൾ ഓൺലി ഇൻ ഹിസ്റ്റോഗ്രാം. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ തെറ്റിക്കാനുള്ള എല്ലാ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ്. കമ്പാരിസൺ among ക്ലാസ് ഫ്രീക്വൻസീസ് പോസിബിൾ ഓൺലി ഇൻ ഹിസ്റ്റോഗ്രാം. സോ ഹിസ്റ്റോഗ്രാമിൽ നമ്മൾ ഇങ്ങനെ ക്ലാസ് ഓരോ ക്ലാസിന്റെയും ഫ്രീക്വൻസീസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ് 5 to 10 എത്ര, 10 to 15 എത്ര, അത് കമ്പയർ ചെയ്യാൻ പറ്റും ഹിസ്റ്റോഗ്രാമിൽ. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഫ്രീക്വൻസി പോളിഗൺ പഠിക്കുന്നത്. ഫ്രീക്വൻസി പോളിഗൺ യൂഷ്വലി അൺഗ്രൂപ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ അതായത് എക്സ് 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ട് എഫ് 3 4 5 എന്ന് വരുമ്പോൾ നമുക്ക് എക്സ് 1 ആകുമ്പോൾ ഇവിടെ 3 ഇങ്ങനെ വരക്കാതെ. ഓക്കെ, സോ അൺഗ്രൂപ്ഡ് ഫ്രീക്വൻസിയിലാണ് യൂഷ്വലി യൂസ് ചെയ്യുക. പക്ഷെ ഗ്രൂപ്ഡ് ഫ്രീക്വൻസിയിൽ നമുക്ക് ഫ്രീക്വൻസി പോളിഗൺ വരക്കാൻ പറ്റും. എപ്പോ നമുക്ക് ഇവിടെ മിഡിൽ പോയിന്റ് എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം. ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് അതിന്റെ മിഡിൽ പോയിന്റ് ജോയിൻ ചെയ്താൽ നമുക്ക് ഗ്രൂപ്ഡ് ഫ്രീക്വൻസിയിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ക്ലാസ് വിഡ്ത്ത് ഇവിടെ എന്താവണം, സെയിം ആണെങ്കിൽ മാത്രമേ നടക്കൂ. ഓക്കെ, ക്ലാസ് വിഡ്ത്ത് സെയിം ആണെങ്കിൽ മാത്രം നമുക്ക് ഹിസ്റ്റോഗ്രാമിന് എന്ത് ചെയ്യാം, ഈ ഫ്രീക്വൻസി പോളിഗൺ ഗ്രൂപ്ഡ് ഫ്രീക്വൻസിയിൽ യൂസ് ചെയ്യാം. സോ അതും പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഫ്രീക്വൻസി കർവ്. ലിമിറ്റിംഗ് ഫോം ഓഫ് ഹിസ്റ്റോഗ്രാം ആൻഡ് ഫ്രീക്വൻസി പോളിംഗ്. ഇപ്പൊ നമ്മളിപ്പോ വരച്ച ഈ ഹിസ്റ്റോഗ്രാം അതേപോലെ ഫ്രീക്വൻസി പോളിംഗ്, അതിന്റെ ഒരു ഫൈനൽ ഷേപ്പ് എങ്ങനെയാണോ ഉള്ളത്, ചിലപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് ആയിരിക്കും, ചിലപ്പോൾ യു ഷേപ്പ് ആയിരിക്കും. ഓക്കെ, ഇത് ബെൽ ഷേപ്പ് ആണ്, ഇത് യു ഷേപ്പ് ആയിരിക്കും, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ, മോർ ദാൻ എച്ച് ഒക്കെ ഇങ്ങനെയൊക്കെയാണ് വരാം. എന്നിട്ട് മിക്സ്ഡ് കർവ് നമ്മൾ ഇങ്ങനെ മിക്സ് ഒക്കെ ആയിട്ട് വരാം. സോ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതും പ്രോഫിറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ വരുന്നത് ബെൽ ഷേപ്പ് ആണ്. അത് നിങ്ങൾ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ പഠിക്കുന്ന കാര്യമാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അതിന്റെ ഷേപ്പ് ബെൽ ഷേപ്പ് ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷനും ബെൽ ഷേപ്പ് ആണ്. പിന്നെ ലാസ്റ്റ്ലി നമുക്ക് പഠിക്കാനുള്ള ഒജീവിനെ പറ്റിയിട്ട്. ഒജീവ് എന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, മീഡിയൻ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ഒജീവ്. മീഡിയനും ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ഒജീവ്. ഓക്കെ, ഒജീവ് എന്ന് പറയുമ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അറിയാലോ അല്ലെ, ഫ്രീക്വൻസി ഇപ്പൊ എക്സ് 5 6 7 ഒക്കെ ഉണ്ട്. ഫ്രീക്വൻസി 2 3 4 ആണെങ്കിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പറയുമ്പോൾ ഇവിടെ 2 5 2 + 3 5 5 + 4 ആണെങ്കിൽ 9. സോ ഇങ്ങനെയാണ് വരിക. അപ്പൊ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരച്ചിട്ട് നമ്മൾ മോർ ദാൻ ഒജീവും ലെസ് ദാൻ ഒജീവും ഒക്കെ വരയ്ക്കും. സോ അങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന പോയിന്റ് ഏതാണോ ആ പോയിന്റ് ആയിരിക്കും മീഡിയം വരിക. സോ ചോദിക്കാൻ സാധ്യത മീഡിയൻ ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം ഒജീവ്. ഓക്കെ, സോ രണ്ട് ടൈപ്പ് ഒജീവ് ഉണ്ട്, ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവും ഉണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ചാപ്റ്റർ കംപ്ലീറ്റ്. ഓക്കെ, സോ ഇന്നത്തെ ടാർഗറ്റ് ഫസ്റ്റ് ഡേ നടന്നു. ഓക്കെ, നാളെ മോസ്റ്റ്ലി കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ തീർക്കാൻ നോക്കണം. ജസ്റ്റ് എനിക്ക് പ്രോബബിലിറ്റി ആവും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. സോ കറക്റ്റ് ആയി. ഇനി നമുക്ക് ഒരു അങ്ങനെ ആയി ഗൈസ്, 2 ചാപ്റ്റർ തീർന്നു അല്ലെ, എന്താ അതെങ്ങനെ ആയി ഗൈസ്, 2 മണിക്കൂറിൽ 2 ചാപ്റ്റർ തീർന്നു. അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. 17 മാർക്കിന്റെ അടുത്ത് വരാൻ ചാൻസ് ഉള്ള 2 ചാപ്റ്റേഴ്സ് ടോട്ടൽ 17 വരെ, 17 അല്ലെങ്കിൽ 13 മുതൽ 17 വരെ. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്യാം. ഗ്രൂപ്പിൽ ഞാൻ ക്വസ്റ്റ്യൻസ് കുറച്ച് തരാം, റെക്കോർഡ് ഞാൻ ഇട്ടുതരാം. ഓക്കെ, നിങ്ങളോ ഈ 2 ചാപ്റ്ററിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ തീർക്കുക നോക്കാം. മാക്സിമം സെറ്റ് ബി ഫുള്ള് തീർക്കുക. തീർക്കാൻ പറ്റുന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. പിന്നെ പുതിയ ക്വസ്റ്റ്യൻസ് ഞാൻ എക്സ്ട്രാ തരാം. ന്യൂ പിള്ളേര് റിവ്യൂ പറയാനാണ്. പുതിയ പിള്ളേര് കിളി പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഇപ്പോഴും ഡൗട്ടാണ്. ഓക്കെ, അപ്പൊ അടുത്തത് നമുക്ക് 11:30 ക്ലാസ് ഉണ്ട്. അക്കൗണ്ട്സിന്റെ ക്ലാസ് ഉള്ളവർ പറയണം കേട്ടോ. 11:30 അരമണിക്കൂർ ബ്രേക്ക് എടുത്തോ. ഓക്കെ, ബൈ.